ഓക്കെ ജോണിച്ചായ. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇന്ന് പരിചിന്തനത്തിന് വിധേയമാക്കുന്നത് പാത്രിസ് കോർദെ എന്ന പോപ്പ് ഫ്രാൻസിസിന്റെ അപ്പസ്തോലിക പ്രബോധനമാണ്. അത് വിശുദ്ധ യൗസേപ്പിനെ പറ്റിയുള്ളതാണ്. വിശുദ്ധ യൗസേപ്പിന്റെ വർഷമാണ്. ഇതൊന്നും ഞാനിപ്പോ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാം അറിയാം. യൗസേപ്പിനെ സംബന്ധിച്ചിട്ട് ഒരു വിധത്തിൽ പറഞ്ഞാൽ വലിയൊരു അഭിമാനം നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു പല വർഷങ്ങൾ ആചരിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. കുടുംബവർഷം ആചരിച്ചു, മരിയൻ വർഷം ആചരിച്ചു, വിശ്വാസ വർഷം ആചരിച്ചു, കുടുംബ വർഷം വളരെ പലപ്പോഴും ആചരിച്ചിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ ഉള്ളതിനേക്കാളും കൂടുതലായിട്ട് വിശുദ്ധ യൗസേപ്പ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയും അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ടുള്ള പഠനങ്ങൾ സുലഭമാവുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഒരു വേള ഈ മാധ്യമത്തിന്റെ സ്വാധീനം വളരെ ഭാവാത്മകമായ രീതിയിൽ നമ്മൾ അനുഭവിക്കുന്നതാവാമത്. ദൈവത്തിന് നന്ദി പറയാം. ഒരു മാധ്യമദിന സന്ദേശത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞതുപോലെ ഇന്റർനെറ്റിന്റെ ഓരോ വലക്കണ്ണികളിലും ക്രിസ്തുവിന്റെ മുഖമാണ് തെളിയേണ്ടത് എന്ന അദ്ദേഹത്തിന്റെ ആ ആശയം ഇന്ന് നടപ്പിൽ വരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ദൈവത്തിന് നന്ദി പറയും. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ഈ പാത്രിസ് കോർദെ എന്ന ഈ അപ്പസ്തോലിക തിരുവെഴുത്തിന്റെ ഒപ്പം തന്നെ അതിനു മുമ്പായിട്ട് ആമുഖമായിട്ട് ഇതിന്റെ ചില ചരിത്രങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കണം. വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള ഭക്തിയെ സംബന്ധിക്കുന്ന ചരിത്രങ്ങളും പ്രത്യേകിച്ച് അതിലേക്ക് ഏറ്റവും അടുത്ത ഒരു അപ്പസ്തോലിക പ്രബോധനമായ റെദംതോറിസ് കുസ്തോസ് 1989 പ്രസിദ്ധീകരിച്ച വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ തിരുമേനി നമുക്കായി തന്ന റെദംതോറിസ് കുസ്തോസ്, രക്ഷകന്റെ പാലകൻ എന്ന അപ്പസ്തോലിക പ്രബോധനത്തെയും നമ്മൾ ചെറുതായിട്ടൊന്ന് പരിശോധിക്കുന്നുണ്ട്. അത് എന്തിനാണ് എന്ന് ചോദിച്ചാല്, ഒരു ദിവസം രാവിലെ ആവിർഭവിച്ച ഒന്നല്ല വിശുദ്ധ യൗസേപ്പിനോടുള്ള ഭക്തി. ഇത് ജോസഫോളജിയുടെ ഒരു വികാസ പരിണാമങ്ങളിലെ ഒരു കണ്ണിയാണ്. ഇത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു ഒരു സംഗതി കാണുമ്പോൾ, ഒരു വിഷയത്തെ മനസ്സിലാക്കുമ്പോൾ അതിന് മുമ്പിലുണ്ടായിരിക്കുന്ന ചില സംഗതികളും കൂടി മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിന്റെ സുഗ്രാഹ്യത കുറെ കൂടി വർദ്ധിപ്പിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് മുമ്പുള്ള ചില സംഗതികളെയും കൂടി ഒന്ന് അവലോകനം ചെയ്യുന്നത്. ഒരു വിഹംഗ വീക്ഷണം മാത്രമേ നടത്തുന്നുള്ളൂ. 1471 തൊട്ട് 84 വരെ പോപ്പായിരുന്നു സിക്സ്റ്റൂസ് നാലാമൻ മാർപ്പാപ്പ. ഒരു മാർപ്പാപ്പ എന്ന നിലയ്ക്ക് അദ്ദേഹം കുറ്റമറ്റവനൊന്നും ആയിരുന്നില്ല. കാലഘട്ടത്തിന്റെ പ്രത്യേകതയുണ്ട്, അദ്ദേഹത്തിന്റെ പ്രത്യേകതയുണ്ട്, എന്തോ ആയിക്കോട്ടെ. പക്ഷേ അദ്ദേഹം ഒരു ഫ്രാൻസിസ്കൻ വൈദികനായിരുന്നു. സിക്സ്റ്റൂസ് നാലാമൻ തിരുമേനി അദ്ദേഹത്തിന്റെ സഹോദരന്മാരോട് ഈ വിശുദ്ധ യൗസേപ്പിനെ കുറിച്ച് സംസാരിച്ച് മാർച്ച് 19-ാം തീയതി അദ്ദേഹത്തിന്റെ തിരുനാള് ആഘോഷിക്കണം എന്ന് നിർദ്ദേശിക്കുന്നതോടുകൂടെയാണ് ആധുനിക അഥവാ കത്തോലിക്ക സഭയിലെ ജോസഫോളജിയിലെ ആചരണങ്ങൾ വരുന്നത്. പഠിപ്പിക്കലുകൾ അതിന് മുമ്പുണ്ട്, പിതാക്കന്മാരുടെ പഠനങ്ങളുണ്ട്, ഭക്തിയുണ്ട്. പക്ഷേ ഈ ആചരണങ്ങളെ സംബന്ധിക്കുന്ന ഏറ്റവും ആദ്യത്തേത് അതാണ് എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. പിന്നെ 1621 ഒരു ഡിഗ്രിയിലൂടെ ഗ്രിഗറി 15 ഇതിനെ ഒരു ലോവർ ഫീസ്റ്റ്, അതായത് ഒരു പെരുന്നാൾ, ഒരു തിരുനാൾ ആയിട്ട് ഇതിന്റെ ഓർമ്മയാചരണത്തെ മാറ്റുകയാണ്. ക്ലെമന്റ് 9 അതൊരു മേജർ ഫീസ്റ്റ് ആയിട്ട് മാറ്റി ഹൈ ഫീസ്റ്റ് എന്ന് നമുക്ക് പറയാവുന്ന ഒന്നിലേക്ക് മാറ്റുകയാണ്. അത് ആചരണത്തിൽ വന്ന ഒരു വ്യത്യാസം മാത്രമല്ല, വർദ്ധമാനമായിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ യൗസേപ്പിനോടുള്ള ഭക്തിയെയും അത് സൂചിപ്പിക്കുന്നു. ആഗോള സഭയിൽ ജോസഫോളജി വേര് പിടിച്ച് അത് പ്രത്യേകിച്ച് അതിന്റെ ഭക്തജനങ്ങളുടെ ഇടയിലേക്ക് ഭക്താനുഷ്ഠാനങ്ങൾ കടന്നു വരുന്നു എന്നതിന്റെ ചരിത്രത്തിൽ നിന്ന് അവശേഷിക്കുന്ന ചില ബാക്കികളാണിത്.
ചില അടയാളങ്ങളാണിത്. പിന്നീട് ഇത് വിശുദ്ധരുടെ ലുത്തിനിയയില് ബെനഡിക്ട് 13 തിരുമേനി 1726 ഡിസംബർ മാസം 19 വിശുദ്ധ യോസേപ്പിന്റെ നാമം ഉൾപ്പെടുത്തുകയാണ്. പിന്നീട് ആ ഉൾപ്പെടുത്തിയതിന് ശ്രേണിപരമായ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് 2013 ഫ്രാൻസിസ് പാപ്പ നിർദ്ദേശിക്കുകയുണ്ടായി. അതിനു മുമ്പ് തന്നെ നിർദ്ദേശങ്ങൾ ഉണ്ടായി. ഫ്രാൻസിസ് പാപ്പ അത് റീഇറ്ററേറ്റ് ചെയ്ത് പറഞ്ഞു, പരിശുദ്ധ കന്യാസ്ത്രീ മറിയത്തിന് ശേഷവും അപ്പസ്തോലന്മാരുടെ മുൻപുമായിട്ട് വിശുദ്ധ യൗസേപ്പിന്റെ നാമം ഓർക്കപ്പെടണമെന്ന്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, സീറോ മലബാർ സഭയിലും തദനുസൃതമുള്ള ഒരു മോഡിഫിക്കേഷൻ നടക്കുകയുണ്ടായി. പരിശുദ്ധ കന്യാസ്ത്രീ മറിയത്തിന്റെ നാമം ദൈവജനമല്ല അമ്മേനാമേനെ ഉദ്ഘോഷിക്കട്ടെ എന്ന് ആ ഒരു ഭാഗത്ത് പരിശുദ്ധ കന്യാസ്ത്രീ മറിയത്തിന് ശേഷം വിശുദ്ധ യൗസേപ്പിന്റെ നാമം കൂട്ടിച്ചേർത്ത് തക്സ പരിഷ്കരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇതെല്ലാം വിശുദ്ധ യൗസേപ്പിനോടുള്ള വർദ്ധമാനമായ ഭക്തിയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോ അതിനുശേഷം വിശുദ്ധ യൗസേപ്പിനോടുള്ള ഭക്തിയിലെ ഒരു നാഴികക്കല്ലായി നമ്മൾ വിശേഷിപ്പിക്കുന്നത്, അഥവാ ആരംഭമായിട്ടൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നത്, ജൂലൈ 7, 1871 പിയൂസ് 9 തിരുമേനിയുടെ ഇംഗ്ലിത്തൂം പാർത്തിയാക്കം എന്ന് പറയുമ്പോ അതിന് നമുക്ക് പറയാൻ, ഇംഗ്ലിത്തൂം പാർത്തിയാക്കം എന്ന് പറയുമ്പോ ഉയർന്നവനായ പിതാവ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഉയർന്നവനായ പിതാവ് എന്ന് പറയും. ആ ഒരു ചാക്രിക ലേഖനത്തോടു കൂടെ വിശുദ്ധ ജോസഫിനെ സംബന്ധിക്കുന്ന നവമായ ഒരു ചിന്തയ്ക്ക് കത്തോലിക്ക സഭയെ അടിത്തറയിടുകയാണ്. അതിൽ അദ്ദേഹം 3 കാര്യങ്ങളാണ്. ഇത് നമ്മൾ ഇംഗ്ലിത്തൂം പാർത്തിയാക്കമിനെ സംബന്ധിക്കുന്ന പഠനമല്ല, വെറും ഒരു ആമുഖം മാത്രമായതുകൊണ്ട് ചെറുതായി പറഞ്ഞു പോവുകയാണ്. 3 കാര്യങ്ങളാണ് അദ്ദേഹം സഭയുടെ പരിചിന്തനത്തിനായി മുന്നോട്ട് വെച്ചത്. ഒന്നാമത്തേത് എയും ബിയും ഉണ്ട് അതില്. ഒന്ന്, ചാരിത്ര്യവാനായ ഒരു യഥാർത്ഥ ഭർത്താവാണ് അവിടുന്ന്, ഭർത്താക്കന്മാരുടെ മാതൃകയായിട്ട്. രണ്ടാമത്തേത്, അവിടുന്ന് എല്ലാ പുണ്യവാന്മാർക്കും ഉപരിയായിട്ടാണ് ദൈവം തന്നെയായിരിക്കുന്ന യേശുമിശിഹാ തമ്പുരാനെ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ മറിയത്തെ തെരഞ്ഞെടുത്തു ദൈവം തമ്പുരാൻ. ആദിയിലെ അങ്ങ് നിശ്ചയിച്ചുവല്ലോ എന്ന് 2ാമത്തെ പ്രണാമജപത്തിൽ, കൊന്തയുടെ 2ാമത്തെ പ്രണാമജപത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, സമാപന പ്രണാമജപത്തിൽ. എന്നാലോ പരിശുദ്ധ കന്യകയ്ക്ക് താങ്ങും തണലും സംരക്ഷകനുമായി വിശുദ്ധ യൗസേപ്പിനെ തിരഞ്ഞെടുത്തു. മനുഷ്യകുലത്തിലെ ദൈവം തെരഞ്ഞെടുത്ത അനർഘ രക്തത്തിന്റെ കാവൽക്കാരനായിരുന്നു എന്ന് ചുരുക്കം. അതാണ് ഒന്നാമത്തേത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് എല്ലാ പുണ്യവാന്മാർക്കും ഉപരിയായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. രണ്ടാമതായി അദ്ദേഹം പ്യൂട്ടേറ്റീവ് ഫാദർ, പിതാവായി കരുതപ്പെട്ടിരുന്നു. പിതാവല്ല എന്നല്ല പറയുന്നത്, അദ്ദേഹത്തിന്റെ പിതൃത്വത്തിന്റെ സാധുതയെ സംബന്ധിച്ചിട്ടാണ്, വാലിഡിറ്റിയെ സംബന്ധിച്ചിട്ടാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. പിതാവിൽ കുറഞ്ഞ ഒന്നുമല്ല, അതിന് നൈയാമിക സാധുത, ലീഗൽ വാലിഡിറ്റി ലഭിച്ചിരിക്കുന്നതാണ് ദൈവത്തിങ്കൽ നിന്ന്. അതാണ് രണ്ടാമത് അദ്ദേഹം വെച്ചത്. മൂന്നാമത് അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നത് ദൈവത്തിന്റെ അഗാധ രഹസ്യങ്ങളോട് ഊവ് എന്ന് പറയാൻ തക്കവണ്ണം കൃപയാൽ സമ്പന്നനായിരുന്നു അദ്ദേഹം. ദൈവിക കൃപയുടെ വർദ്ധമാനമായ രീതിയിലുള്ള അദ്ദേഹത്തിലുള്ള ആവാസം ജീവിതത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളിലും ദൈവം ആഗ്രഹിക്കുന്നത് മാതിരി പ്രവർത്തിക്കാൻ അദ്ദേഹത്തെ യോഗ്യമാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇക്കാരണത്താൽ കൃപയുടെ അന്യാദൃശമായ പാത്രമായിരുന്ന അദ്ദേഹം, ദൈവത്തിന്റെ സംരക്ഷകനും വളർത്തുപിതാവുമായിരുന്ന അദ്ദേഹം, പരിശുദ്ധ കന്യകയുടെ വിരക്ത ഭർത്താവും ഭർത്താക്കന്മാർക്ക് മാതൃകയുമായിരുന്ന അദ്ദേഹം ഇപ്പോൾ മഹത്വത്തിന്റെ കിരീടം അണിഞ്ഞ് പ്രശോഭിക്കുന്നു. അതിനാൽ സഭയുടെ പിന്തുടർച്ചയും
യേശുമിശിഹാ തമ്പുരാൻ സ്ഥാപിച്ചതുമായ സഭയുടെ തുടർച്ചയല്ല, യേശുവിന്റെ തുടർച്ചയും അവിടുന്ന് സ്ഥാപിച്ചതുമായ സഭയുടെ സംരക്ഷകനും ആണ് അവിടുന്ന്. കാരണം യേശുവിനെ സംരക്ഷിച്ചവരാണ്. അതേ വിശുദ്ധ യൗസേപ്പ് ഇന്ന് സഭയെ സംരക്ഷിക്കാൻ ദത്തശ്രദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സഭ ഞെരുക്കപ്പെടുന്നു. സഭ ഞെരുക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് കണ്ടുപോയാൽ പോരാ. 1871 ഒരു പ്രാധാന്യം, ചരിത്രപരമായ, സാമ്പത്തികമായ, സാമൂഹികമായ പ്രാധാന്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. 1848 കമ്മ്യൂണിസത്തിന്റെ ആവിർഭാവം, ആദ്യമായിട്ട് അത് സൈദ്ധാന്തിക തലത്തിലെ വിപ്ലവം തന്നെ, സൈദ്ധാന്തിക തലത്തിലുള്ള വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നു. പിന്നീട് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നത് പിന്നെയാണെങ്കിലും സൈദ്ധാന്തിക തലത്തിൽ അത് അന്നാണ് കമ്മ്യൂണിസം പ്രോദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഇങ്ങനെ മാത്രമല്ല, മുതലാളിത്ത വ്യവസ്ഥിതി തന്നെയും ചൂഷണമാണ്. റേരും നോവേരും നിങ്ങൾക്കറിയാം, തൊഴിൽ രംഗത്തെ വെല്ലുവിളികളെ സംബന്ധിക്കുന്ന ചാക്രിക ലേഖനം. അങ്ങനെ അത് മാത്രമല്ല, ഒരു വേള നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും, ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഹയർ ക്രിറ്റിസിസത്തെ കുറിച്ച് പറഞ്ഞു. ഉപരിവിമർശനം എന്ന് പറഞ്ഞുകൊണ്ട് കുളിപ്പിച്ച് കുറ്റിലാകുന്ന തരത്തില് യുക്തി കൊണ്ട് ദൈവവചനത്തെ വ്യാഖ്യാനിച്ച് അതിന്റെ ആ ഒരു ജീവനെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലുള്ള അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള ആക്രമണങ്ങൾ. അങ്ങനെ സഭ വളരെയേറെ ഞെരുക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, സംരക്ഷകനായി നാം അദ്ദേഹത്തെ പ്രഖ്യാപിക്കുന്നു. സഭയുടെ സംരക്ഷകനായി അദ്ദേഹത്തെ പ്രഖ്യാപിക്കുന്നു. അത് നടത്തിയത് 8/12/1870 അദ്ദേഹം അത് പ്രഖ്യാപിച്ചത് ആഗോള സഭയുടെ സംരക്ഷകനായി. ഈ 8/12/1870 150-ാം വാർഷികമായിരിക്കുന്ന 8/12/2020 സഭയുടെ സംരക്ഷണത്തിനായി ഈ പറഞ്ഞ നമ്മുടെ അപ്പസ്തോലിക പ്രബോധനമായ പാദ്രെ കോർദിസ് പാത്രിസ് കോർദെ എന്ന അപ്പസ്തോലിക പ്രബോധനം എഴുതപ്പെട്ടു. രണ്ടിടത്തും സഭ ഞെരുക്കപ്പെടുകയാണ്, ലോകത്തിൽ ഞെരുക്കം അനുഭവപ്പെടുകയാണ്. ഇത് കൊറോണയുടെ കാലഘട്ടമാണ്. വർത്തമാനമായ രീതിയിൽ സഭ തീർച്ചയായും നാനാവിധങ്ങളായ ആക്രമണങ്ങൾക്ക് വിധേയമാവുകയാണ്. മതമർദ്ദനം ഒരു സാധാരണ സംഭവമായി കഴിഞ്ഞിരിക്കുന്നു. എവിടെയും സഭ അതിന്റെ സൈദ്ധാന്തിക തലത്തിലാണെങ്കിലും തത്വശാസ്ത്രപരമായ തലത്തിലാണെങ്കിലും മതാത്മക ചിന്തയിലാണെങ്കിലും ആധ്യാത്മികതയിലാണെങ്കിലും ഭൗതികമായിട്ടാണെങ്കിലും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുക. 1870-കളിലെ ആ ഒരു പശ്ചാത്തലമല്ല എങ്കിൽ പോലും ഇന്നും അതിനേക്കാൾ കൂടുതൽ അഗാധമായ രീതിയിൽ, വ്യസനകരമായ രീതിയിൽ സഭ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സഭയുടെ പിതാവും സംരക്ഷകനുമായി അന്ന് നാം നടത്തിയ ആ ഒരു പ്രഖ്യാപനത്തെ അതിന്റെ 150-ാം വാർഷികത്തില് നമ്മൾ പുതുക്കുന്നതാണ് ഇന്ന് നമ്മൾ കണ്ട പാത്രിസ് കോർദെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പാത്രിസ്. ഇനി അതിനുശേഷം ഇംഗ്ലത്തും പാത്രിയാർക്കത്തിനു ശേഷം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് 1889 ആയപ്പോഴത്തേക്കും ലയോ 13-ാമൻ തിരുമേനി ക്വാംകം പ്ലൂരിസ് എന്ന് പറഞ്ഞുകൊണ്ട് ക്വാംകം പ്ലൂരിസ് എന്ന തന്റെ അപ്പസ്തോലിക പ്രബോധനം, ചാക്രിക ലേഖനം പ്രസിദ്ധീകരിച്ചു. വിശുദ്ധ യൗസേപ്പിനെ പറ്റി പിന്നീട് വന്ന ഏറ്റവും ഈടുറ്റ കൃതിയാണ് ക്വാംകം പ്ലൂരിസ്. അത് 15/8/1889. 2 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിശ്വപ്രസിദ്ധമായ റേരും നോവേരും പ്രസിദ്ധീകരിക്കുക 1890. അപ്പൊ ക്വാംകം പ്ലൂരിസിന്റെ 100-ാം വാർഷികത്തിലാണ് റെദംതോറിസ് കുസ്തോസ്, രക്ഷകന്റെ പാലകൻ എന്ന ചാക്രിക ലേഖനം ഉണ്ടായത്. അതിൽ അദ്ദേഹം ക്വാംകം പ്ലൂരിസിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ എന്നല്ല, ഇത്രേ ഉണ്ട്. അതെഴുതിയ ലയോ 13-ാമൻ ചില്ലറക്കാരനൊന്നുമല്ല. 30 ഈടുറ്റ മരിയൻ ഡോക്യുമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിലെ 14 എണ്ണവും എഴുതിയ ഒറ്റയാളാ ലയോ 13-ാമൻ. അത് 1568 തൊട്ടിട്ട് 2002 വരെയുള്ള എല്ലാ മരിയൻ പ്രബോധനങ്ങളിലും പകുതിയിലധികം, ഏകദേശം പകുതിയോളം, 30-14 എന്ന് പറഞ്ഞാൽ ഏകദേശം പകുതി ഈ ഒരൊറ്റ മഹാനായ ആ പോപ്പ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെതാണ് ഈ ക്വാംകം പ്ലൂരിസ്
ഹൗവർ മെനി ടൈംസ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ്. എങ്ങനെയായിരുന്നാലും പല കാലങ്ങളിൽ എന്നൊക്കെ നമുക്ക് അതിനെ വേണമെങ്കിൽ വിവർത്തനം ചെയ്യാം. പല കാലങ്ങളിലും എന്നൊക്കെ. അതിൽ അദ്ദേഹം പറഞ്ഞു, മറിയം കൃപാവരത്താൽ സമ്പന്നയാണ്, തർക്കമില്ല. വിവാഹത്താൽ അവർ ഏക ശരീരമായി, അതിനാൽ അദ്ദേഹം കൃപയിൽ ഭാഗഭാഗമായി. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് വിശുദ്ധ ജോസഫിന്റെ ആത്മീയ ജീവിതത്തിന്റെ സമ്പന്നതയാണ് അവിടെ കൂടുതൽ പ്രസ്പഷ്ടമായത്. വിശുദ്ധ യൗസേപ്പിനെ, പരിശുദ്ധ കന്യാസ്ത്രീ മറിയത്തെ ജപമാലയിലൂടെ നാം സമീപിക്കുന്നു, നാം അവിടുത്തെ സന്നിധിയിൽ അഭയം പ്രാപിക്കുന്നു. ഒപ്പം പിയൂസ് 9 ശേഷം എല്ലാവരും ജപമാലയ്ക്ക് ശേഷം ഭാഗ്യപ്പെട്ടമാർ യൗസേപ്പെ എന്ന ജപം ചൊല്ലിക്കൊണ്ട് അതിന് സവിശേഷമായ രീതിയിൽ ഒരു ദണ്ഡമോചനമൊക്കെ അദ്ദേഹം കൽപ്പിച്ചെഴുതിയിട്ടുണ്ട് പിയൂസ് 9 വിശുദ്ധ യൗസേപ്പിന്റെ മാധ്യസ്ഥവും വിളിച്ചപേക്ഷിക്കുന്ന ഒരു സമ്പ്രദായത്തെ അദ്ദേഹം ശ്ലാഘിക്കുന്നു. വിശുദ്ധ യൗസേപ്പിനെ ദൈവം എപ്രകാരമാണ് ഉയർത്തിയത് എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ കൃത്യമായ, വളരെ ആഴമേറിയ ഭക്തിയോടുകൂടെ അദ്ദേഹം വിശദീകരിക്കുക. ജീവിതത്തിൽ സഖാവാക്കി, സ്ത്രീത്വത്തിന്റെ മഹനീയതയുടെ സാക്ഷിയാക്കി, സ്ത്രീ ബഹുമാനത്തിന്റെ സംരക്ഷകനാക്കി, മറിയത്തിൽ അന്തർലീനമായ മഹാ അന്തസ്സിൽ പങ്കാളിയാക്കി, ദൈവപുത്രന്റെ സംരക്ഷകനാക്കി. അങ്ങനെ അദ്ദേഹം പിതാവെന്ന് അറിയപ്പെട്ടു, ദൈവത്താൽ അങ്ങനെ വിളിക്കപ്പെട്ടു. നീ അവന് യേശു എന്ന് പേരിടണമെന്ന് മാലാഖ പറഞ്ഞപ്പോ ദൈവം തന്നെയാണ് ആ അധികാരാവകാശങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ യൗസേപ്പിന്റെ അന്യാദൃശമായ, വിശുദ്ധരുടെ ഇടയിലുള്ള അന്യാദൃശമായ ആ സ്ഥാനത്തെ കോൺകം പ്ലൂരീസിലൂടെ ലയോ 13 വരച്ചു കാണിച്ചു. മാത്രമല്ല, തിരുക്കുടുംബത്തിന്റെ അന്നദാതാവായിരുന്നു, സംരക്ഷകനായിരുന്നു, ഭരണകർത്താവായിരുന്നു. അദ്ദേഹം നൈയാമിക സംരക്ഷകനായിരുന്നു, ലീഗൽ ഡിഫൻഡർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ചുമതലയുടെയും അദ്ദേഹം ഈ ലോകത്തിൽ നിർവഹിച്ച കടമകളുടെയും പരിശുദ്ധിയും അതിന്റെ ദിവ്യത്വവും രക്ഷാകര സംഭവത്തിൽ അതിനുള്ള സ്ഥാനവും എന്താണ് എന്ന് അദ്ദേഹം പറഞ്ഞു കോൺകം പ്ലൂരീസിലൂടെ. മാത്രമല്ല, ദരിദ്രമായ ഒരു ചുറ്റുപാടിൽ ദാരിദ്ര്യത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ, എന്നാൽ മൂല്യങ്ങളെയും, ദാരിദ്ര്യം ഉണ്ടായിരിക്കെ തന്നെ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടും ദൈവാനുസരണത്തോടു കൂടി മുന്നേറിയതിനാൽ അദ്ദേഹം ദരിദ്രരുടെ സംരക്ഷകനും, തൊഴിലെടുത്തതിനാൽ തൊഴിലാളികളുടെ സംരക്ഷകനുമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. അപ്പൊ അങ്ങനെ അഭൂതപൂർവമായ ഒരു വളർച്ച ജോസഫോളജിക്ക് ഉണ്ടായത് ഈ 2 പ്രബോധനങ്ങളുടെ പശ്ചാത്തലത്തിൽ. അതിന്റെ ബാക്കിയായിട്ട്, അതായത് ഞാൻ പറഞ്ഞു കോൺകം പ്ലൂരീസിനെ കുറിച്ച് നമ്മൾ ഇപ്പൊ പറഞ്ഞത്, ഇതിന്റെ 100ാം വാർഷികത്തിലാണ് റെദംതോറിസ് ക്രിസ്തോസ് വന്നത്, രക്ഷകന്റെ പാലകൻ. ഇത് ഞാൻ വിശദീകരിക്കുന്നില്ല, കാരണം ഇത് നമ്മൾ ഒരു ക്ലാസ് ആയിട്ട് 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടാണോ ഓർക്കുന്നത് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നാലും അതൊന്നും കൂടാത്ത ചിലരെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഒരു വാക്കുകൊണ്ട് അതൊന്ന് പറഞ്ഞു വെച്ച് പോവുക. ഇതിന് 6 ഭാഗങ്ങളാവുള്ളത്. റെദംതോറിസ് ക്രിസ്തോസ് രക്ഷകന്റെ പാലകന് 6 ഭാഗങ്ങളാണുള്ളത്. എന്നാൽ നമ്മുടെ പാത്രിസ് കോർദയ്ക്ക് 7 ഭാഗങ്ങളുണ്ട്. ഇത് രണ്ടും ഏകദേശം ഒരേ കാലയളവിൽ, അതായത് ആധുനിക കാലഘട്ടത്തിൽ വിശുദ്ധ യൗസേപ്പിനെ കുറിച്ച് വന്ന 2 തിരുസഭയുടെ പ്രബോധനങ്ങളാണ്. എങ്കിൽ കൂടി ഇവ തമ്മിൽ സാദൃശ്യത്തെക്കാൾ ഉപരി സമീപനത്തിന് വ്യത്യസ്തതകളാണുള്ളത്. ഒരേ ജോസഫാണ്, രണ്ടിടത്തും പ്രതിപാദ്യ പുരുഷൻ. എങ്കിൽ പോലും സാദൃശ്യങ്ങളില്ല എന്നല്ല, സമീപനത്തിലെ വ്യത്യസ്തത നമ്മൾ ആദരവോടുകൂടിയാണ് വീക്ഷിക്കുന്നത്. അതിനാദ്യമായിട്ട് എന്തായിരുന്നു വിശുദ്ധ യൗസേപ്പിനെ പറ്റി രക്ഷകന്റെ പാലകൻ റെദംതോറിസ് ക്രിസ്തോസിൽ പറഞ്ഞു വെച്ചത് എന്നുള്ളത് നമ്മൾ ഒരു ചെറിയ രീതിയിലൊന്ന് പറഞ്ഞു വെക്കുക. ഞാൻ പറഞ്ഞു 6 ഭാഗങ്ങളാണുള്ളത്. സുവിശേഷത്തിലെ ചിത്രം, സുവിശേഷത്തിലെ ചില യൗസേപ്പിനെ കുറിച്ചുള്ള ചിത്രം, അതാണ് ആദ്യമുള്ളത്.
ദൈവരഹസ്യത്തിന്റെ പാലകനാണ് അദ്ദേഹം എന്ന് പറയുന്നത്. ദൈവരഹസ്യത്തിന്റെ പാലകൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു രഹസ്യം പറഞ്ഞിട്ട് അത് മിണ്ടാണ്ടിരിക്കുന്ന ആള് എന്നുള്ള അർത്ഥത്തിലല്ല അത് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ഒരൊറ്റ അധ്യായത്തില് സുവിശേഷത്തിലെ ചിത്രം എന്ന് പറഞ്ഞാല് മറിയവുമായിട്ടുള്ള വിവാഹം, ആ ഒരു പ്രൊലോഗ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു മുൻനുരയാണ് പറഞ്ഞത്. പിന്നീട് ദൈവരഹസ്യത്തിന്റെ പാലകൻ എന്ന് പറഞ്ഞുകൊണ്ട് യേശുമിശിഹ തമ്പുരാന്റെ ജനനത്തിനെ കുറിച്ചുള്ള അറിയിപ്പ് മുതൽ വിശുദ്ധ യൗസേപ്പ് ആക്റ്റീവായിട്ട് അവസാനമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന 12ാം വയസ്സിലെ ദേവാലയത്തിൽ വെച്ചിട്ടുള്ള കാണാതെ പോകലും പിന്നീടുള്ള കണ്ടുമുട്ടലും വഴിയുള്ള അതുവരെയുള്ള ഭാഗത്തെ ധ്യാനാത്മകമായി സമീപിക്കുകയാണ് 2ാമത്തെ ചാപ്റ്റർ. പിതാവിന്റെ ദൗത്യത്തോടു കൂടി അദ്ദേഹം അവിടെ അതിനെ ഏറ്റെടുത്തു. രക്ഷാകര രഹസ്യത്തിലെ തന്റെ അതിപ്രധാനമായ ദൗത്യം അദ്ദേഹം നിറഞ്ഞ മനസ്സോടുകൂടി ഏറ്റെടുത്തു. ജനസംഖ്യാ കണക്കെടുപ്പിന് അദ്ദേഹം പോകുന്നു. ബത്ലഹേമിലെ പിറവി, പരിച്ഛേദനം, നാമകരണം, ഇതിലൊക്കെ അദ്ദേഹത്തിന്റെ മേൽക്കൈ, മുൻകൈ, നിർദ്ദേശാനുസരണമുള്ള പ്രവൃത്തി, ദൈവത്തോടുള്ള അനുസരണം, ഇതൊക്കെ എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത്. യേശുവിന്റെ ദേവാലയ സമർപ്പണം, വീണ്ടും ഈജിപ്തിലേക്കുള്ള പലായനം, പിന്നെ ഈജിപ്തിൽ നിന്നുള്ള തിരിച്ചുവരവ്, ദേവാലയത്തിലുള്ള തങ്ങൽ, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പാകെ പ്രീതിയിൽ വളർന്നു വന്നെങ്കിൽ അതിന്റെ പിറകിൽ ഒരു നിഴലായി, താങ്ങായി, തണലായി നിന്ന വിശുദ്ധ യൗസേപ്പിനെ അനുസ്മരിച്ചുകൊണ്ട് 2ാമത്തെ ചാപ്റ്റർ അവസാനിക്കുന്നു. 3ാമത്തേത് നീതിമാനായ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിട്ടുള്ള വിചിന്തനമാണ്. എന്താണ് നീതി എന്നതിനെ കുറിച്ച് നമുക്ക് അടുത്തതിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അത് വിശദമായിട്ട് പറയും. ഏതായാലും ഇത്രയും പറയാനുള്ളൂ. നീതിമാനായ ഭർത്താവ് എന്നതിനെ സംബന്ധിച്ചിട്ട്. 4ാമത്തേത് തൊഴിൽ എന്നത് സ്നേഹത്തിന്റെ ധന്യമായ ഒരു പ്രകടനമായിട്ട് അദ്ദേഹം ചിത്രീകരിക്കുന്നു. തൊഴിലെടുത്താണ് അദ്ദേഹം തന്റെ പുത്രനായി ദൈവകുമാരനെ ഊട്ടിയത്. തന്റെ പ്രേയസിയായിരിക്കുന്ന മറിയത്തെ, ഭാര്യയായ മറിയത്തെ അദ്ദേഹം തൊഴിലെടുത്താണ് പോറ്റിയത്. തൊഴിലെടുത്താ പോറ്റിയതെന്ന് പറയുമ്പോൾ ഇതൊക്കെ തൊഴിലെടുക്കാതെ പോറ്റാൻ പറ്റുമോ എന്നൊരു തിരിച്ചൊരു ചോദ്യം നമുക്കുണ്ടാവും. നമ്മൾ വല്ലവരുമാണ് ആ സ്ഥാനത്തെങ്കിൽ നമ്മൾ ആരെങ്കിലും തൊഴിലെടുക്കാൻ പോകുമോ എന്നൊന്ന് ചിന്തിച്ചിട്ടാണ്. എന്ത് തൊഴില്, ദൈവം തരട്ടെ, ദൈവത്തിന്റെ മകനല്ലേ ഇത്, അലവൻസ് അദ്ദേഹമല്ലേ, ദൈവമല്ലേ തരേണ്ടത് എന്ന് ചോദിക്കും. എന്നാൽ ഇവൻ തച്ചനായ യോസെഫിന്റെയും ഭാര്യ മറിയാമിന്റെയും മകനായ യേശു അല്ലയോ എന്ന് ചോദിക്കാൻ, എന്ന് നാട്ടുകാർ പറയാൻ, അവരോർക്കാൻ തക്കവണ്ണം ഒരു സാധാരണ തൊഴിൽക്കാരനായിരുന്നു അദ്ദേഹം. തൊഴിൽ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ആന്തരിക ജീവിതത്തിന്റെ പ്രാധാന്യം, ആന്തരിക ജീവിതത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഒന്നും മിണ്ടാതെ എന്നാൽ മൗനത്തെ ഏറെ വാചാലമാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ കഥാപാത്രത്തിന്റെ പ്രകാശനമുള്ളത്. അതുകൊണ്ട് തന്നെ അധികമൊന്നും മിണ്ടാത്ത ഒരാത്മീയതയുടെ വളർച്ചയിലേക്ക് നമ്മളെയും കൂടി കൂട്ടിക്കൊണ്ടു പോകാൻ വിശുദ്ധ ജോസഫിനോടുള്ള ഭക്തി ഉപകരിക്കും എന്ന് അദ്ദേഹം ഈ 5ാമത്തെ ഖണ്ഡികയില് പറഞ്ഞു വെക്കുന്നു, ആ അധ്യായത്തിൽ പറഞ്ഞു വെക്കുന്നു. നമ്മുടെ കാലഘട്ടത്തിലെ സഭയുടെ സംരക്ഷകനാണ് വിശുദ്ധ യോസേപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് 6ാമത്തെ ഖണ്ഡികയോടുകൂടി അത് അവസാനിപ്പിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ആദ്യത്തെ ഇതില് ദൈവം ആവശ്യപ്പെട്ടതുപോലെ മറിയത്തെ ഭർത്താവായി സ്വീകരിച്ചുകൊണ്ട് തിരുക്കുടുംബത്തിന്റെ രക്ഷകനും പാലകനും ഒക്കെ ആയിക്കൊണ്ട് തന്നെ അർപ്പണം ചെയ്യുന്ന വിശുദ്ധ ജോസഫിനെയാണ്. പിതാവിന്റെ അധികാരത്തോടു കൂടെയാണ് അത് കാണുന്നത്. പിതാവിന്റെ അധികാരത്തോടു കൂടിയാണ് അദ്ദേഹം തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ സമീപിക്കുന്നത്, സംരക്ഷണം നൽകുന്നത്. വീണ്ടും അതിന്റെ 7ാമത്തെ ഖണ്ഡികയില്, റദന്തോരസ് കുസ്തോസിന്റെ 7ാമത്തെ ഖണ്ഡികയില് 18ാമത്തെ പേജില് വിവാഹത്തെ സംബന്ധിക്കുന്ന അതിമനോഹരമായ ആ വിവാഹത്തെ സംബന്ധിക്കുന്ന അതിനെ അനാവൃതമാക്കുന്ന വളരെ സുന്ദരമായ ഭാഗമുണ്ട്. ക്രിസ്തുവിന്റെ മാതാപിതാക്കളിൽ വിവാഹത്തിന്റെ എല്ലാ ഘടകങ്ങളും, മക്കൾ, വിശ്വസ്തത, കൂദാശ, ഇത് 3ഉം സാക്ഷാത്കരിക്കപ്പെട്ടു. കർത്താവായ ഈശോ തന്നെയാണ് അവിടെ വിവാഹ ഫലം. വിവാഹത്തിന്റെ ഫലമായ സന്താനം അത് കർത്താവായ ഈശോയാണ്. അവിടെ വിശ്വസ്തതയും ഉണ്ട്, കാരണം വ്യഭിചാരമില്ല. കൂദാശയും
കാരണം വിവാഹ മോചനമില്ല. വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകളെ അവിടെ അദ്ദേഹം ആവർത്തിച്ചിരിക്കുക. ഒരു ഗാർഹിക സഭ, ഭവനസഭയല്ല, ഗാർഹിക സഭയുടെ ഏറ്റവും സജീവവും ആദ്യമായിരിക്കുന്ന വീണ്ടും അവിടെ ഇതിനും സാക്ഷിയും അതേസമയം പ്രവർത്തന നിരതനും ഭാവാത്മകമായി ചിന്തിക്കുന്നവനും പ്രവർത്തിക്കുന്നവനുമായിരുന്നു വിശുദ്ധ ജോസഫ് എന്ന് പറഞ്ഞു വെക്കും. തന്റെ സ്വപ്നം മുതൽ 12 വയസ്സ് വരെ കണ്ണിലെ കൃഷ്ണമണി മാതിരി യേശുവിനെ സ്വന്തം കരുതൽ കൊണ്ട് വളർത്തിയവനാണ് അദ്ദേഹം. മറിയം ദൈവത്തിൻ്റെതാണ് എന്നതിന്റെ പരിപൂർണമായ ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹം തന്റെ സമസ്ത ജീവിതത്തിന്റെ നാഴികകളും ചെലവഴിക്കുന്നത്. വിവാഹത്തിന്റെ അവിഭാജ്യത്തെ അദ്ദേഹം നിശബ്ദമായി പ്രഘോഷിക്കുന്നു. അവളെ ഒരിക്കലും തള്ളിപ്പറയുന്നില്ല. അങ്ങനെ ആന്തരിക വീണ്ടും നമ്മൾ ആ തൊഴിലിന്റെ മേഖലയിലേക്ക് കടന്നു. അത് വിശദീകരണം അർഹിക്കുന്നില്ല. ആന്തരികമായ ആ ഒരു വളർച്ച എപ്രകാരമാണ്, നിശബ്ദമായ വളർച്ച എപ്രകാരമാണ് എന്ന് പറയുക. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് ചോദിച്ചാല്, ഇത് ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു ബോധ്യം വന്നു. ഈ 6 ഭാഗങ്ങളിലൂടെ എന്തൊക്കെയാണ് സഭ നമ്മളോട് പറഞ്ഞത്, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ എന്താ പറഞ്ഞത്. ഇതിൽ നിന്നും പേർത്തും വ്യത്യസ്തമാണ് ഫ്രാൻസിസ് പാപ്പ പറയുന്ന പാത്രിസ് കോർദെ. എന്താണ് വ്യത്യസ്തത? വിവിധങ്ങളായ വിഷയങ്ങളെ, വിശുദ്ധ യൗസേപ്പിനെ സംബന്ധിക്കുന്ന വിവിധങ്ങളായ വിഷയങ്ങളെ വളരെ സമഗ്രമായി സമീപിച്ചതാണ് റെദംതോറിസ് കുസ്തോസ് എങ്കിൽ, ഇവിടെ ഒരു ഒറ്റ വിഷയമാണ് സമീപിക്കപ്പെടുന്നത്. ഈ വിഷയം അഗാധമായും ഏറെ വികാരത്തോടുകൂടി, അടിവരയിട്ട് തന്നെ പറയണം, ഭക്തി ഒരു വികാരമാണെങ്കിൽ ആ വികാരത്തിന്റെ അങ്ങേതലയിൽ നിന്നുകൊണ്ട് ഏറെ കലാപരമായി, ഏറെ ഹൃദയത്തിന്റെ ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് ഒരൊറ്റ ഭാഗത്തു കൂടിയാണ് സമീപിക്കുന്നത്. അത് പിതാവ് എന്ന വാക്ക്. പിതാവ് എന്ന വാക്ക്. യൗസേപ്പ് പിതാവായിരുന്നു എന്ന ആ ഒരൊറ്റ കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 7 വിശേഷണങ്ങൾ ആ പിതൃത്വത്തിന് കൊടുക്കുകയാണ്. സ്നേഹിക്കപ്പെടുന്ന ഒരു പിതാവ് എന്നാണ് ആദ്യത്തെ അതിനപ്പുറത്തേക്ക് ഒരു കവിത പോലെ നമുക്ക് വായിച്ചു പോകാവുന്ന ഒരു പ്രബോധനമായിട്ട് ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടതുള്ളൂ. അപ്പൊ ആദ്യത്തേത് സ്നേഹിക്കപ്പെടുന്ന പിതാവാണ് എങ്കിൽ, രണ്ടാമത്തേത് മൃദുഹൃദയനായ സ്നേഹിക്കുന്ന ഒരു പിതാവാണ്. ആദ്യത്തേത് സ്നേഹിക്കപ്പെടുന്ന എന്നുള്ളതാണെങ്കിൽ രണ്ടാമത്തേത് സ്നേഹിക്കുന്ന ഒരു പിതാവ്. മൂന്നാമത്തേത് അനുസരണയുള്ള ഒരു പിതാവ് എന്നാണ്. ഈ പിതാവിന്റെ അഡ്ജക്റ്റീവ് നാമവിശേഷണങ്ങളാണ് ഇതെല്ലാം. പിതാവ് എന്നത് വിശുദ്ധ യൗസേപ്പിന്റെ വിശേഷണമാണെങ്കിൽ ഈ വിശേഷണങ്ങളായിട്ട് ഇങ്ങനെ ഓരോന്നിനെ കൊണ്ടുവരിക ചെയ്യുന്നത്. മൂന്നാമത്തേത് അനുസരണയുള്ള പിതാവ്. നാലാമത്തേത് സ്വീകരിക്കുന്ന പിതാവ്. അഞ്ചാമത്തേത് സർഗാത്മകമായി ധൈര്യശാലിയായിരിക്കുന്ന പിതാവ്. ഭാവാത്മകമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പിതാവ്. ആറാമത്തേത് അധ്വാനിക്കുന്ന പിതാവ്. ഏഴാമത്തേത് ഈ അപ്പസ്തോലിക പ്രബോധനത്തിന്റെ ക്ലൈമാക്സ് ആണ്. അത് അതിന്റെ ഒരു ഉച്ചസ്ഥായിയിൽ നിൽക്കുന്നു. നിഴലുകളിൽ ഒരു പിതാവ്.
ഞാൻ പറയുന്നത് കേൾക്കാം എന്ന് വിചാരിക്കുന്നു. കേൾക്കാം. ഒരു രത്നത്തെ പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ പലതായി തോന്നുന്നത് പോലെ യൗസേപ്പ് എന്ന രത്നത്തെ പല വീക്ഷണ കോണിൽ നിന്നുകൊണ്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ തിരുമേനി നോക്കിക്കാണുകയായിരുന്നു. അതിന്റെ പരിണിത ഫലമാണ് റെദംപ്റ്റോറിസ് ക്രിസ്തോസ്. രക്ഷകന്റെ പാലകൻ എന്ന ആ പ്രബോധനം അദ്ദേഹം പരിശുദ്ധ മറിയത്തിന്റെ സ്വർഗാരോപണ ദിവസമാണ് പ്രസിദ്ധീകരിച്ചത്. വീണ്ടും ലയോ 13 അതങ്ങനെ തന്നെയാണ് നടത്തിയത്. ഏത് ക്വാങ്കം പ്ലൂരിസും. ഇനി 8/12/1870 പരിശുദ്ധ മറിയത്തിന്റെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുമ്പോഴാണ് ആഗോള സഭയുടെ സംരക്ഷകനായി വിശുദ്ധ യൗസേപ്പിനെ ഇദ്ദേഹം ലയോ 13 പ്രഖ്യാപിക്കുന്നത്. പിയൂസ് 9 പ്രഖ്യാപിക്കുന്നത്. വീണ്ടും ഇതേ ഡിസംബർ 8 2020 പാത്രിസ് കോർദെ ഈ നമുക്കായിട്ട് പ്രബോധനം ഫ്രാൻസിസ് പാപ്പ തരുന്നത്. അതായത് പരിശുദ്ധ മറിയവുമായിട്ടുള്ള ഈ തിരുവെഴുത്തുകളുടെ ആധാരമായിട്ടുള്ള വിശുദ്ധ യൗസേപ്പിന്റെ ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്നതാണ് ഈ തീയതികളുടെ തെരഞ്ഞെടുപ്പ്. അത്രയും. ഇനി നമുക്ക് നേരെ ഇതിലേക്ക് കടക്കാം. ഹൃദയാലുവായ പിതാവ് എന്ന ഈ പാത്രിസ് കോർദെ എന്ന് പറയുമ്പോൾ, പാത്രിസ് പിതാവ്, കോർദെ എന്ന് പറയുമ്പോൾ ഹൃദയം എന്നുള്ളതാണ്. ഹൃദയാലുവായ പിതാവ് എന്നാണ് അതിന്റെ തർജുമ ചെയ്യുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മെച്ചപ്പെട്ട തർജ്ജമ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആക്സെപ്റ്റബിൾ ആണ് താനും. അപ്പൊ പിതൃഹൃദയത്തോടെ എന്നൊക്കെ പലരും പറയാറുണ്ട്. നല്ല കാര്യം. അത് ഏതാണെങ്കിലും ഏറ്റവും യോഗ്യമായത് ഏതാണോ അതെടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ലല്ലോ. അപ്പോ ഇതിന്റെ ആദ്യം ഞാൻ അതിന്റെ അവസാനം പറയട്ടെ. അതായത് 7-ാമത്തെ അത് അവസാനിപ്പിക്കുന്നിടം ആദ്യം പറയുന്നതാണ് നമുക്ക് എപ്പോഴും ഒരു ആമുഖത്തിന് കുറെ കൂടി ഭംഗി ഉണ്ടാവുക എന്നെനിക്ക് തോന്നുന്നു. ഇതിന്റെ ഉദ്ദേശം മഹാനായ ഈ പുണ്യവാനോടുള്ള ഭക്തിയുടെ വർദ്ധമാനമായ ഭക്തിയെ പ്രോത്സാഹിപ്പിക്കുക ഒന്നാമത്. അതിനെ രണ്ടാമത് റീവിസിറ്റ് ചെയ്യുക. അതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ളത്. അതിനെ ഒന്നുകൂടി സന്ദർശിക്കുക, ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുക. രണ്ടാമത്തേത്, വീണ്ടും ഇതെന്തുകൊണ്ടാണ് എഴുതിയത് എന്ന് നമുക്കറിയാം. ആദ്യത്തേത് എഴുതിയതും ഇതെഴുതിയതും സഭ ഞെരുക്കപ്പെടുന്നു എന്നുള്ള കാരണത്താല്. അപ്പോ രണ്ടാമത്തേത്, ഈ ഞെരുക്കത്തിന്റെ കാലഘട്ടത്തിൽ സഭ അദ്ദേഹത്തോടുള്ള മാധ്യസ്ഥം തേടുന്നു, അതിനെ പ്രോത്സാഹിപ്പിക്കുക. മൂന്നാമത്തേത് അദ്ദേഹം ആരും ശ്രദ്ധിക്കാത്ത ഒരു സംഗതിയാണ്. അത് അദ്ദേഹത്തിന്റെ ഉത്സാഹശീലവും നന്മയും അനുകരിക്കാൻ സഭാമക്കൾ പഠിക്കട്ടെ, അവർ പ്രേരിതരാവട്ടെ. ഇതാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ എന്ത് കാരണത്താലാണ് ഇത് പുറപ്പെടുവിപ്പിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും അടുത്ത ഉത്തരം, ഏറ്റവും കൃത്യമായിട്ടുള്ളതും ഏറ്റവും അടുത്തതുമായ ഉത്തരം അതാണ്. ഇനി അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അടുത്തതായിട്ട് പറയുന്നത്, ഓരോ വിശ്വാസിയും താങ്കളുടെ പ്രത്യേക ജീവിതാന്തസ്സിന്റെ പൂർണ്ണത സ്വായത്തമാക്കാൻ അധ്വാനിക്കേണ്ടതുണ്ട്. തിരുസഭ എന്ന രണ്ടാം വത്തിക്കാൻ സുനഹദോസിന്റെ പ്രബോധനത്തിന്റെ 42-ാം ഖണ്ഡിക. ഓരോരുത്തരും തനിക്ക് ലഭിച്ചിരിക്കുന്ന അന്തസ്സിന്റെ ദൈവവിളിയുടെ പൂർണ്ണത സ്വായത്തമാക്കാൻ അധ്വാനിക്കേണ്ടതുണ്ട്, ശ്രമിക്കേണ്ടതുണ്ട്. അതിനായി വിശുദ്ധർ നമുക്ക് സജീവമായ ഒരു മാതൃകയായി നമ്മുടെ മുമ്പിലുണ്ട്. അതിലേറ്റവും ഗംഭീരമായ, പരിപാവനമായ, അനുകരണീയമായ മാതൃകയായി വിശുദ്ധ യൗസേപ്പ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈശോ പറഞ്ഞു, നമ്മള് യേശുവിനെ അനുഗമിക്കണമെന്ന്, അല്ലെ, അനുകരിക്കണമെന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തില് 11-ാമത്തെ അധ്യായത്തിലെ 29-ാം തിരുവചനം, ഞാൻ ശാന്തശീലനും വിനീതനുമാകയാൽ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുകയും. അങ്ങനെ പഠിച്ചവരാണ് വിശുദ്ധർ. ക്രിസ്തുവിനെ അനുസരിച്ച് അനുകരിച്ച് പഠിച്ചവരാണ്. അപ്പൊ ഈ വിശുദ്ധരെ അനുകരിക്കുന്നത് ക്രിസ്തുവിനെ അനുസരിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്നതല്ലാതെ മറ്റൊന്നുമല്ല. ഇവിടെ ഫ്രാൻസിസ് പാപ്പ
ഓർമ്മിക്കുന്ന ഒരു സംഭവമുണ്ട്, എടുത്തു പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇങ്ങനെ വിശുദ്ധന്മാർ പുണ്യവാന്മാരാകുന്നത് കണ്ട്, വിശുദ്ധീകരിക്കപ്പെടുന്നത് കണ്ട് വിശുദ്ധ ആഗുസ്തീനസ് ചോദിച്ചില്ലേ, അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു, അവർക്കാകാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? വിശുദ്ധ യൗസേപ്പിനെ നമ്മുടെ മുമ്പിൽ നിർത്തുന്നതിന് ഇപ്പൊ വളരെ കൃത്യമായ ഒരു ഉത്തരമുണ്ട്. നാം ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെടണം, സഭ വിശുദ്ധീകരിക്കപ്പെടണം, അദ്ദേഹത്തിന്റെ മാതൃക അനുകരിക്കപ്പെടണം, തിരുസഭ സംരക്ഷിക്കപ്പെടണം. വീണ്ടും വിശുദ്ധ യൗസേപ്പ് അദ്ദേഹം വിശുദ്ധ ആഗസ്തീനോസ് പറഞ്ഞത് ഓർമ്മിക്കുന്നില്ലേ? അദ്ദേഹം ചോദിക്കുന്നു, പുരാതനവും നവീനവുമായ സ്നേഹമേ, അങ്ങയെ സ്നേഹിക്കാൻ ഞാൻ വൈകിപ്പോയല്ലോ. കൃപകളുടെ മേൽ കൃപ ചൊരിയുന്ന ഒരവസ്ഥയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പുരാതനവും നവീനവുമായ ആ സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആ സ്നേഹത്തെ സ്നേഹിച്ച വിശുദ്ധ യൗസേപ്പിനെ മാതൃകയായി നമ്മുടെ മുമ്പിൽ കൊണ്ടുവരണം. ഇത്രയും പറഞ്ഞിട്ട് വീണ്ടും ആമുഖത്തിലേക്ക് കടക്കുകയാണ്. വിശുദ്ധ മത്തായിയും വിശുദ്ധ ലൂക്കായും മാത്രമാണ് യൗസേപ്പിനെ പറ്റി സംസാരിക്കുന്നത്. അദ്ദേഹം ഒരു സാധാരണ തച്ചനായിരുന്നു. മറിയത്തിന് വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന ആള് എന്നുള്ള എന്നുള്ള ആമുഖത്തോടു കൂടെ, മുഖപുരിയോടു കൂടെയാണ് അദ്ദേഹം വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണപ്പെടുന്നത്. നീതിമാനായിരുന്നു എന്നൊരു വിശേഷണമുണ്ട് അവിടെ. നീതിമാനായിരുന്നു എന്നതാണ് ആ വിശേഷണം. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച എന്താണ് നീതി എന്നുള്ളത് നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞത്. റൈറ്റിയസ്നെസ്സും ജസ്റ്റിസും ഉണ്ട്. രണ്ടെണ്ണത്തിനും നമ്മൾ മലയാളത്തിലെ നീതി എന്നാ പറയുക. ഇവിടെ നീതിമാൻ എന്ന് വിവക്ഷിക്കപ്പെടുന്നത് എന്താണോ അപരൻ അർഹിക്കുന്നത് അത് നൽകുന്നതിനെയാണ് നീതി എന്ന് പറയുന്നത്. ആ അർത്ഥത്തിലാണ് അദ്ദേഹം നീതിമാനാണ് എന്ന് വിശേഷിപ്പിക്കുന്നത്. നീതിയുടെ ഏറ്റവും വ്യവഹാര തരത്തിലുള്ള ഏറ്റവും ഉയർന്ന സമ്പ്രദായവുമാണത്. ഞാൻ അർഹിക്കുന്നത് പിടിച്ചു വാങ്ങുന്നത് അവകാശ സമരങ്ങളാണ്, അവകാശത്തിനെ പറ്റിയുള്ള ബോധ്യമാണ്, അതിനുള്ള പ്രവർത്തനമാണ്. അതിന്റെ നേരെ എതിരാണ് ഇവിടെ. എന്താണോ അപരന്റെ അവകാശം, അപരൻ അർഹിക്കുന്നത് എന്താണോ, അവന്റെ നിലനിൽപ്പിന് എന്താണോ വേണ്ടത്, അവനിൽ നിന്ന് അവൻ എന്ത് ലഭിക്കണമെന്നാണോ അവൻ ആഗ്രഹിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത്, അത് നൽകുന്നതിന്റെ പേരാണ് നീതി. അപ്രകാരം ഒരു സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു വിശുദ്ധ യൗസേപ്പ് എന്നുള്ളത് വിശുദ്ധ യൗസേപ്പ് എങ്ങനെയാണ് ഈ സംഭവത്തെ നേരിട്ടത്, അദ്ദേഹത്തിന്റെ അതിനേക്കുള്ള ഈ രക്ഷാകര സംഭവത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരുന്നു എന്ന് നമ്മൾ നിഷ്കർഷം വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ. മറിയത്തെ ഗർഭിണിയായി കാണപ്പെടുന്ന നിമിഷം തൊട്ടിട്ട്, അറിയുന്ന നിമിഷം തൊട്ടിട്ടാണ് അദ്ദേഹത്തിന്റെ സംഘർഷം ആരംഭിക്കുന്നത്. നമുക്കറിയാം, ഒരു ആകെ 4 സ്വപ്നങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷ പ്രകാരം 1-ാം അധ്യായത്തിന്റെ 20-ാം തിരുവചനം, 2-ാമത്തെ അധ്യായത്തിന്റെ 13-ാം തിരുവചനം, 19-ാം തിരുവചനം, 22-ാം തിരുവചനം, ഇങ്ങനെ 4 സ്വപ്നങ്ങൾ. നിങ്ങൾക്കറിയാം, അത് വിശദീകരിക്കേണ്ട കാര്യം. ഈ 4 സ്വപ്നങ്ങളിലൂടെയും ദൈവമാണ് തന്നോട് സംസാരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടവനാണ് അയാൾ. ദൈവത്തിന്റെ മാലാഖ സ്വപ്നത്തിലൂടെ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ കാലുഷ്യമില്ലാതെ, ശങ്കയില്ലാതെ അത് സ്വീകരിച്ചത് എന്തുകൊണ്ടായിരിക്കും? ഇതാണ് ചോദ്യം. കാരണം നിർമ്മലമായ ഒരു മനസ്സിന്റെ ഉടമയ്ക്ക് മാത്രമേ ദൈവത്തിന്റെ അറിയിപ്പുകളെ അതുപോലെ സ്വാംശീകരിക്കാനും സ്വീകരിക്കാനും കഴിയുള്ളൂ. അതുകൊണ്ട് നിർമ്മലമായ ആ മനസ്സ് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ദൈവത്തിൽ ആശ്രയിച്ചു എന്നുള്ളതിന് വളരെ കൃത്യമായ ഒരു തെളിവ് അതിനകത്തുണ്ട്. മറിയം ഗർഭിണിയായിരിക്കുന്നു എന്ന അവസ്ഥ കേട്ടതിന് ശേഷം അയാൾ, വിശുദ്ധ യൗസേപ്പ്, ഇതേക്കുറിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരിക്കെ സ്വപ്നത്തിൽ, ഇതാണ് ആ വാക്ക്, ഇതേക്കുറിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരിക്കെ സ്വപ്നത്തിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉറങ്ങി എന്നാണ് അതിന്റെ അർത്ഥം.
ഇതിന്റെ 4-1 പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ എപ്പോഴേ ഉറക്കം കെടുന്നവരാണ് നമ്മൾ. ദൈവത്തിന് കൊടുക്കാൻ ബോധ്യമുള്ള ഉറച്ച മനോഭാവമുള്ള ഒരാൾക്ക് മാത്രമേ തന്റെ ജീവിതമാണല്ലോ ദൈവത്തിന് കൊടുക്കേണ്ടുന്ന ഏറ്റവും വലിയ സമ്മാനം. തന്റെ ജീവിതത്തെ അർഹിക്കുന്ന ദൈവത്തിന്റെ പാദങ്ങളിൽ വെച്ചിട്ട് അതിന് തയ്യാറുള്ള വിശുദ്ധ യൗസേപ്പ് സുഖമായിട്ട് കിടന്നുറങ്ങി. അതൊരു വല്ലാത്ത ഉറക്കമാണ്. ദൈവാശ്രയബോധത്തിന്റെ ആൾരൂപമാണ് ആ കിടന്നുറങ്ങുന്നത്. എന്റെ ദൈവമാണ് എന്നെ വിളിച്ചിരിക്കുന്നത്, അവിടെ നിന്നറിയാതെ ഒന്നും വരില്ല എന്ന ശാന്തമായ ഉറക്കമാണത്. ചെറിയൊരു കാര്യമൊന്നുമല്ല. അപ്പോ ആ ഉറക്കത്തിലാണ് അദ്ദേഹത്തിന് സ്വപ്നമുണ്ടാകുന്നത്. തന്റെ ആത്മാവിനെ ദൈവത്തിന്റെ മുമ്പിൽ ജീവിതത്തെ ഭരമേൽപ്പിച്ചതിന് ശേഷം ശാന്തമായി നിഷ്കളങ്കമായി നിഷ്കപടമായി കിടന്നുറങ്ങുന്ന അദ്ദേഹത്തിന്റെ മാനസികാന്തരീക്ഷത്തിൽ, ആത്മീയാന്തരീക്ഷത്തിലാണ് ഈ നമ്മുടെ മാലാഖ പ്രത്യക്ഷപ്പെടുന്നത്. മാലാഖ ഒന്നിലധികം തവണ പ്രത്യക്ഷപ്പെടുന്നു. അദ്ദേഹത്തിന് യാതൊരു തയ്യാറെടുപ്പ് കുറവുമില്ലായിരുന്നു. അതിനു മുമ്പ് തന്നെ അദ്ദേഹം അതിനു മുമ്പല്ല, ആ തീരുമാനങ്ങൾ എടുത്തത് ദൈവാശ്രയബോധത്തിൽ അദ്ദേഹം കൃത്യമായ തീരുമാനങ്ങൾ എടുത്തിരുന്നു. മറിയത്തെ താൻ രഹസ്യമായിട്ടാണ് ഉപേക്ഷിക്കുന്നത്. അതായത് മറിയത്തെ സംരക്ഷിക്കണം, പക്ഷെ അവളുടെ ഉള്ളിലുള്ള ഗർഭസ്ഥ ശിശുവിനെയും ആ ഗർഭസ്ഥ ശിശുവിന്റെ പിതൃത്വത്തെയും, അത് ആരുടെ പിതൃത്വമാണെന്ന് അപ്പോൾ അയാൾക്കറിയില്ല, ആ മനുഷ്യനറിയില്ല, അതിനെയും പൊന്നുപോലെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം രഹസ്യമായി തന്റെ ഡിനൗൺസ്മെന്റ്, ഡിറ്റാച്ച്മെന്റ്, ഉപേക്ഷ എന്നുള്ളത് റിജക്ഷൻ ആയിട്ടാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. അല്ല, റിജക്ഷൻ അല്ല, റിഫ്യൂസൽ അല്ല, പ്രത്യുത ന്യാസമാണ് അവിടെ. അതിനെ സ്വീകരിക്കുകയും അതേസമയം വൈകാരികമായി അതിനെ ലൗകികമായി അതുമായി ബന്ധപ്പെടാതിരിക്കുകയും ചെയ്യും. ആത്മീയമായിട്ട് അതിനെ സ്വീകരിക്കുന്നു, ലൗകികമായിട്ട് അതിനെ ഉപേക്ഷിക്കുന്നു. ആത്മീയമായി അതിനെ അതേസമയം ലൗകികമായി സംരക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ രഹസ്യമായ ഉപേക്ഷ എന്നത് മറിയത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമാനമാണ്. മറിയത്തോടും മറിയത്തിന്റെ വയറ്റിലെ കുഞ്ഞിനോടും ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഉദാത്തമായ ബഹുമാനമാണത്. അതിനുശേഷം ദൈവത്തിന് വേണ്ടത് ആ കൽപ്പനയാണെങ്കിൽ, ആ കൽപ്പനയ്ക്കുള്ള അനുസരണമാണെങ്കിൽ, ദൈവമേ ഇതാ ഞാൻ. വീണ്ടും ആ കുഞ്ഞിന് വേണ്ടത് സംരക്ഷണമാണെങ്കിൽ, ദൈവമേ ഇതാ ഞാൻ. മറിയത്തിന്റെ മാനമാണ് കാക്കപ്പെടേണ്ടത് എങ്കിൽ, ദൈവമേ ഇതാ ഞാൻ. അതിന്റെ പേരാ നീതി. ഇനി കഴിച്ചു ബാക്കി അയാൾക്ക് എന്ത് കിട്ടി? അയാൾക്ക് കിട്ടിയത് ദൈവത്തിൽ നിന്നുള്ള പിതൃത്വമാണ്. അത് അയാൾ ചോദിച്ചു വാങ്ങിയതല്ല. ദൈവം കിരീടമായി തലയിൽ വെച്ച് കൊടുത്തു, നീ അവന് യേശു എന്ന് പേരിടണം. അത് അപ്പന്റെ അവകാശമാണ്. ആ അനുസരണയോടുകൂടെ അദ്ദേഹം ദൈവത്തിന്റെ അപ്പനായി. ദൈവത്തെ മിണ്ടാൻ പഠിപ്പിച്ചു. വാക്കായിരിക്കുന്ന, വചനമായിരിക്കുന്ന ദൈവത്തെ മിണ്ടാനും ചൊല്ലാനും പറയാനും പഠിപ്പിക്കാൻ തക്കവണ്ണം അദ്ദേഹത്തിന്റെ അനുസരണം അദ്ദേഹത്തെ ഉയർത്തി. വീണ്ടും അദ്ദേഹം സാക്ഷിയായിരുന്നു. ഒരുപാട് കാര്യങ്ങളുടെ സാക്ഷിയായിരുന്നു. ഒരിക്കലും വെറും സാക്ഷി മാത്രമായിരുന്നില്ല അദ്ദേഹം. സജീവമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് അദ്ദേഹം സാക്ഷിയായിരിക്കുന്ന സംഭവങ്ങളില് എപ്രകാരമാണോ ഇടപെടേണ്ടത് അപ്രകാരം തന്നെ ഇടപെട്ടവനാണ് അദ്ദേഹം. കാലിത്തൊഴുത്തിന്റെ സാക്ഷിയായിരുന്നു അദ്ദേഹം, അല്ലേ? കാലിത്തൊഴുത്തിൽ പ്രസവിക്കുന്നത്, തന്റെ ഭാര്യ മറിയം പ്രസവിക്കുന്നത് ദൈവത്തിന്റെ കുഞ്ഞിനെയാണ് എന്ന് ഉറച്ച ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പേരെഴുതാൻ വേണ്ടി തന്റെ നഗരത്തിൽ നിന്ന് ബത്ലഹേമിലേക്ക് പോയപ്പോൾ താൻ ആരെയാണ് കൊണ്ടുപോകുന്നത് എന്ന് അദ്ദേഹത്തിന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. അവിടെ മറിയം ഗർഭിണിയാണ് എന്നുള്ള വിവരം വളരെ നന്നായി അറിയാം. പ്രസവം അടുത്തിരിക്കുന്നു എന്നുള്ളതും ജോസഫിനറിയാം.
എന്നാല് പോകണ്ട എന്ന് അദ്ദേഹം വെച്ചില്ല. അദ്ദേഹം നിയമത്തെ അനുസരിച്ചുകൊണ്ട് ആ ബത്ലഹേമിലേക്ക് കടന്നു പോവുകയാണ്. എല്ലാ നിയമത്തെ അദ്ദേഹം അനുസരിക്കുന്നവനല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. കൽപ്പന പുറപ്പെടുവിപ്പിച്ചപ്പം ഏത് രാജാവിന്റെ ഏത് കൽപ്പന? ഇവിടെ പെണ്ണ് പെറാൻ നിൽക്കുക, അതിനിടയ്ക്ക് അയാളുടെ കൽപ്പന. ഇനി ഇത് ഏത് എന്റെ പെണ്ണി പ്രസവിക്കുന്നത് ഇത് ആരെയാന്ന് അയാളുടെയൊക്കെ ധാരണ? രാജത്വം വരും പോകും. ഇവിടെ ദൈവത്തിന്റെ മകനാകെ പിറക്കാൻ പോകുന്നത് ഒരിത്തിരി തെറുത്തു നിൽക്കാൻ മതിയായ കാരണമുണ്ടായിട്ടും അപകട സാധ്യതയെ ഏറ്റെടുത്തുകൊണ്ട് എല്ലാ അധികാരവും ദൈവദത്തമാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് അത് നമ്മളെ കാണിച്ചു തന്നുകൊണ്ട് നിയമത്തെ അനുസരിക്കുന്ന ജോസഫിനെയാണ് നമ്മൾ കാണുന്നത്. ഇനി ബത്ലഹേമിൽ ചെന്നു. എന്നിട്ട് എന്താ നടന്നത്? സത്രത്തിൽ അവർക്ക് ഇടം കിട്ടിയില്ല എന്ന് ദുഃഖത്തിന്റെ ആ കടലിനെ ലൂക്ക ഒരു ചെറിയ വാക്കിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. വിശുദ്ധ ലൂക്ക, സത്രത്തിൽ അവർക്ക് ഇടം കിട്ടിയില്ല. ബത്ലഹേമിലെ ഓരോ തെരുവിൽ കൂടിയും, ആള് നിറഞ്ഞു കിടക്കുന്ന ഓരോ തെരുവിൽ കൂടിയും ഒരു മുറിക്ക് വേണ്ടി അദ്ദേഹം എരന്ന് നീങ്ങിയിട്ടുണ്ടാവും. ഒരിക്കലെങ്കിലും ലോകത്തിലെ മറ്റേതൊരു മനുഷ്യനും ചോദിക്കുമായിരുന്നു തന്റെ പ്രാർത്ഥനയിൽ, എന്തുകൊണ്ട് ദൈവമേ ഇങ്ങനെയൊരു അവസ്ഥ? നിന്റെ മകനാണിത് എങ്കിൽ എന്റെ പെണ്ണിനെ കിടക്കാൻ ഒരു പായും ഒരിച്ചിരി ചൂടുവെള്ളവും ഒരു മറയും തരാനുള്ള അത്ഭുതം പ്രവർത്തിക്കണമേ. പ്രാർത്ഥിച്ച ചരിത്രമില്ല. ഇവിടെയാണ് ഭാവാത്മകമായി ധൈര്യശാലിയായിരുന്ന വിശുദ്ധ യൗസേപ്പിനെ നമ്മൾ കാണുന്നത്. ജീവിതത്തിലെ നിർണായകമായ നിമിഷങ്ങളിൽ അദ്ദേഹം ദൈവത്തിൽ നിന്നുള്ള ഒരു അത്ഭുതത്തെ അല്ല പ്രതീക്ഷിച്ചത്. അദ്ദേഹം ഒരു മനുഷ്യന്റെ സകല ഊർജസ്വലതയും വിശ്വാസവും പുറത്തെടുത്തുകൊണ്ട് ഓരോ തെരുവിലൂടെയും അലഞ്ഞു നടന്നിട്ടുണ്ടാവും. ഓരോ തവണയും തിരസ്കരിക്കപ്പെടുമ്പോഴും മറിയത്തിന്റെ അടുത്ത് വന്നിട്ട് ഒരിക്കൽ കൂടി മറിയത്തെ ആശ്വസിപ്പിച്ചിട്ടുണ്ടാകും. മേരി കുഞ്ഞെ പേടിക്കണ്ട, ഞാനില്ലേ ഇവിടെ, ഒരു മറയെങ്കിലും കിട്ടാതിരിക്കില്ല, ധൈര്യമായിട്ടിരിക്കെ. സത്രത്തിൽ അവർക്കിടം കിട്ടിയില്ല. അവസാനം നമുക്കറിയാം, ഒരു കാലിത്തൊഴുത്തിൽ അവൾ പ്രസവിക്കപ്പെട്ടപ്പോൾ അതുവരെയും ഇല്ലാതിരുന്ന മാലാഖമാരുടെ വൃന്ദം അവിടെ വന്നു. അതുവരെയും ഇല്ലാതിരുന്ന ഇടയന്മാര് വന്നു, രാജാക്കന്മാര് വന്നു, എല്ലാം കേമമായിരുന്നു. അവരെല്ലാവരും മറിയത്തെയും ശിശുവായ യേശുവിനെയും കണ്ടു. നിഴലുകളിൽ ഒരു പിതാവ് നിൽക്കുന്നുണ്ട്. 7ാമത്തെ ചാപ്റ്റർ അങ്ങനെയാ, അഭിധാനം അങ്ങനെയാ. നിഴലുകളിൽ ഒരു പിതാവ്. നിഴലിൽ നിൽക്കുന്ന ആ ആശാരിയുടെ കണ്ണിലൂടെ ഒഴുകിയ കണ്ണുനീര് താടിമീശയിൽ ഇനിയും ഉണങ്ങാതെ അവശേഷിച്ചിരിക്കുന്നത് അവര് കണ്ടില്ല. ദുഃഖം കൊണ്ട് നിരാശ കൊണ്ടുള്ള കണ്ണുനീരല്ല, കിട്ടാതിരിക്കുമ്പോഴുള്ള വേവലാതി കൊണ്ടുള്ള കണ്ണുനീര്. എന്റെ പെങ്കൊച്ചിന് കിടക്കാൻ ഒരു കിടക്ക കിട്ടാത്തതിന്റെ തത്രപ്പാടിലുള്ള കണ്ണുനീര്. അവസാനം കിട്ടിയപ്പോഴുള്ള സന്തോഷത്തിന്റെ കണ്ണുനീര്. പൊന്നുനുറുക്കും അതിരത്തെ ഒരു കുഞ്ഞുണ്ണീശോയെ കണ്ടപ്പോൾ, അഹോ ഇതിനു വേണ്ടിയായിരുന്നുവല്ലോ ദൈവമേ അങ്ങ് എന്നെ വിളിച്ചത് എന്നുള്ള ആനന്ദത്തിന്റെ കണ്ണുനീര്. ആരും കണ്ടില്ല. അദ്ദേഹം എല്ലാത്തിൻ്റെയും സാക്ഷി മാത്രമായിരുന്നു, സജീവനായ സാക്ഷിയായിരുന്നു. താൻ ഉൾപ്പെട്ട സംഗതികളായിരുന്നു അത് മുഴുവൻ. അതിനകത്ത് എപ്രകാരമാണോ ചെയ്യേണ്ടത് അത് വിവേകത്തോടുകൂടെ വിശുദ്ധിയോടുകൂടെ അദ്ദേഹം പരികർമ്മം ചെയ്തു. നിയമത്തിന്റെ മുഴുവൻ മുഴുവൻ അത് നിയമം കടപ്പെടുത്തുന്ന മുഴുവൻ സംഗതികളെയും അദ്ദേഹം ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു, സ്വീകരിച്ചു. അദ്ദേഹം നൈയാമിക പിതാവായിരുന്നു യേശുവിന്റെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 21-ാം തിരുവചനം അപ്രകാരമാണ് പറയുന്നത്, നീ അവനെ യേശു എന്ന് പേര് വിളിക്കണം, എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. നീയാണ് വിളിക്കേണ്ടത്.
ഇത് പിതാവിനെടുത്ത കടമയാണ്. അതുകൊണ്ടാണല്ലോ യോഹന്നാൻ സ്നാപകന്റെ പേരിനെ കുറിച്ച് തർക്കം ഉണ്ടായിക്കഴിഞ്ഞപ്പോ മിണ്ടാമൂളിയായിട്ടിരിക്കുന്ന സെഖരിയാവിനോട് ചോദിച്ചത്, ഇതാ എന്താ അവന്റെ പേര്? ഫൈനൽ ആൻഡ് ബൈൻഡിങ് ആയിട്ടുള്ള നിർദ്ദേശം പിതാവിന്റെ കയ്യിൽ നിന്നാണ് വരേണ്ടത്. പിതാവാണ് പറയേണ്ടത് ഇന്നതാണ് പേരെന്ന്. മിണ്ടാൻ പറ്റിയാലാഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു എഴുത്തുപലക കൊണ്ടുവരാൻ പറഞ്ഞു. അതിൽ യോഹന്നാൻ എന്ന് എഴുതി വായ തുറക്കപ്പെട്ടു. അദ്ദേഹം മിണ്ടി. ഇവിടെ നസറേത്തിലെ ആശാരിയുടെ വളർത്തപ്പൻ പറഞ്ഞു, ഇവന്റെ പേര് യേശു എന്നാണ്. അത് പറഞ്ഞാലേ വിളിക്കാൻ പറ്റുള്ളൂ. നാമകരണത്തിന് യേശു എന്ന പേര് നിർദ്ദേശിക്കേണ്ടുന്നത് പിതാവാണ്. അങ്ങനെ അദ്ദേഹം പിതാവായി ദൈവത്താൽ അവരോധിക്കപ്പെടുകയാണ്. ആദാമ് അവന്റെ മുമ്പിൽ കൊണ്ടുവന്ന സകലതിനും പേരിട്ടതുപോലെ അവന്റെ മുമ്പിൽ സൃഷ്ടി ആയിട്ട് വന്ന സകലതിനും അവൻ പേരിട്ടപ്പോൾ ഇവിടെ ഇതാ വിശുദ്ധ യൗസേപ്പ് സൃഷ്ടികളെ സൃഷ്ടിച്ചവന് പേരിടുന്നു. ആമേൻ. സൃഷ്ടികളെ സൃഷ്ടിച്ചവന് പേരിട്ടവനാണ് വിശുദ്ധ യൗസേപ്പ്. വീണ്ടും ദേവാലയത്തിലേക്ക് 40-ാം ദിവസം കടന്നു ചെല്ലുമ്പോൾ വിശുദ്ധ യൗസേപ്പിന്റെ കയ്യില് ഈ പൊന്നുനൂർക്കുണ്ട്. ദേവാലയം ആരെ ആരാധിക്കുന്നുവോ അവനെയും കൊണ്ട് ദേവാലയത്തിൽ പോയവനാണ് യൗസേപ്പ്. ആരുടെ അഭീഷ്ടം അനുസരിച്ചിട്ടാണോ ഓരോ ദേവാലയത്തിലും ബലിയർപ്പിക്കപ്പെടുന്നത്, ആർക്ക് വേണ്ടിയും ആരുടെ നാമത്തിലുമാണോ അത് ചെയ്യപ്പെടുന്നത്, അതൊന്നും അത് വെളിവായിട്ടില്ല. കർത്താവിന്റെ നാമമൊന്നും വെളിവായിട്ടില്ല. എന്നാലും ആരെ പ്രതീക്ഷിച്ചുകൊണ്ടാണോ ബലിയർപ്പിക്കപ്പെടുന്നത്, ഓരോ ഇസ്രയേലിന്റെയും പ്രതീക്ഷ, ലോകത്തിന്റെ മുഴുവൻ പ്രതീക്ഷ ആരിലാണോ അവരെയും കൊണ്ട് ദേവാലയത്തിന്റെ പടിക്കെട്ടുകൾ കയറിയവനാണ് വിശുദ്ധ യൗസേപ്പ്. വീണ്ടും ശമയോന്റെ പ്രവചനം മുഴുവൻ കേട്ടതിൽ നമ്മൾ അമ്മയെയും മകനെയും മാത്രമേ ഓർക്കാറുള്ളൂ. യേശുവിനെ സംബന്ധിക്കുന്ന നിർണായകമായ പ്രവചനങ്ങൾ വിശുദ്ധ ശമയോൻ നടത്തിയപ്പോൾ, ദേവാലയത്തിൽ വെച്ച് നടത്തിയപ്പോൾ, ഒന്നും മനസ്സിലാകാതെയോ അതോ മുഴുവൻ മനസ്സിലായിട്ടോ നിശബ്ദമായി അദ്ദേഹം അത് മുഴുവൻ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതിനേക്കാൾ ഉപരി നമ്മൾ എല്ലാവരും മറിയത്തെ സംബന്ധിച്ചിട്ട് പറയാറുണ്ട്, നിന്റെ ഹൃദയത്തിൽ ഒരു വാള് കിടക്കുന്നു. ഒപ്പം ഞെട്ടിയ മറ്റൊരാത്മാവിന്റെ പേരല്ലേ ജോസഫ്. ചങ്കോട് ചേർത്ത് നിർത്തി പരിലാളിച്ചു കൊണ്ട് നടക്കുന്ന, തീർച്ചയായും ഒരു ഭാര്യ എന്ന നിലയ്ക്ക് അവൾ അർഹിക്കുന്ന എല്ലാ ആദരവും ബഹുമാനവും വിശ്വസ്തതയും വാത്സല്യവും ഒരു ഭർത്താവിനെടുത്ത സ്നേഹത്തോടു കൂടി നൽകിയവനാണ് ജോസഫ് എന്ന് നാം വിശ്വസിക്കുമ്പോൾ, മറിയത്തിന്റെ ഹൃദയത്തിലൂടെ കടക്കുന്ന വാള് ജോസഫിനെയും മുറിവേൽപ്പിക്കുന്നത് നാം അറിയുന്നു. മറിയം പിന്നീട് യേശുവിനെ മടിയിൽ കിടത്തുമ്പോഴാണ് ആ വേദന അനുഭവിച്ചതെങ്കിൽ, മറിയത്തെ പൊതിഞ്ഞു നിൽക്കുന്ന ഈ മഹാമനുഷ്യൻ അപ്പോൾ തന്നെ ആ വേദന അനുഭവിച്ചില്ലേ? എന്താണെന്നറിയില്ല, എങ്ങനെയാണെന്നറിയില്ല. പക്ഷേ താൻ സ്നേഹിക്കുന്ന തൻ്റെ ഭാര്യ ഈ സഹനത്തിന് വിധേയയാകും എന്നറിയുമ്പോഴുണ്ടാകുന്ന വേപഥു എത്രമാത്രമെന്ന് നാം ഒന്ന് ഊഹിച്ചാൽ മതി. വീണ്ടും ഈജിപ്തിലേക്കുള്ള പലായനം അതൊരു അതിശയകരമായ കാര്യമാണ്. ആ രാത്രിയിൽ തന്നെ എഴുന്നേറ്റ് എന്നാണ് നമ്മൾ കാണുന്നത്. നിങ്ങളൊന്നറിയണം, ഒരു മനുഷ്യന് ചേർന്ന യുക്തിയോടുകൂടെ അദ്ദേഹത്തിന് നേരിടാമായിരുന്നു ഈ സംഭവത്തെ, ഇല്ലേ? തീർച്ചയായും. മാലാഖ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിനുശേഷം, സ്വപ്നത്തിലായതുകൊണ്ട് മാലാഖയോട് തർക്കിക്കാനൊന്നും പറ്റില്ല, വേണ്ട. ഉറക്കം തെളിഞ്ഞതിന് ശേഷം ദൈവത്തെ അന്ധമായി അനുസരിക്കുന്ന ആ മനുഷ്യൻ യുക്തിയുടെ ഭാഷയിൽ എന്തേ ചിന്തിക്കാഞ്ഞു? ഇത് രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ്. മനുഷ്യനെ രക്ഷിക്കാനായിട്ട് അവതീർണനായിരിക്കുന്ന മിശിഹായാണ്. ഇവൻ സകലതിനും ഉപരിയാണ്. ഇവനെ നശിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഞാൻ ഒരിടത്തേക്കും പോകണ്ട എന്ന് മനുഷ്യ സഹജമായ രീതിയിൽ നാം ചിന്തിക്കും. അദ്ദേഹത്തിന് ചിന്തിക്കാൻ അവകാശമുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് മനസ്സിലായ കാര്യങ്ങളിൽ ഒന്നിതാണ്, ദൈവത്തിന്റെ പദ്ധതി
മനുഷ്യനുമായി അവിടുന്ന് പങ്കുവെക്കുമ്പോൾ, അതിന് സഹകാരിയാകാൻ വേണ്ടി മനുഷ്യനെ അവിടുന്ന് ക്ഷണിക്കുമ്പോൾ, നിശ്ചയമായും അത് ദൈവം പറഞ്ഞതുപോലെ അനുസരിക്കാൻ നാം ബാധ്യസ്ഥരാണ്. ദൈവാവതാരത്തിന്റെ സംരക്ഷകനാകാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത് എങ്കിൽ ഞാൻ ദൈവത്തോട് തർക്കിക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊരു മറുതലിപ്പിന്റെയോ യുക്തിയുടെയോ ഭാഷയ്ക്ക് ഇവിടെ സ്ഥാനമില്ല. ഞാനാണ് സംരക്ഷിക്കേണ്ടത്, ഞാൻ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഈ ബോധ്യത്തോടു കൂടി ഉലകത്തെ മുഴുവൻ സൃഷ്ടിച്ചവനെ ഉരത്തോട് ചേർത്ത് മാറോട് ചേർത്ത് പിടിച്ച് അവൻ പാതിരാത്രിക്ക് തന്നെ തന്റെ ഭാര്യയെയും മറിയാമിനെയും വിളിച്ച് മെസ്രയീമിലേക്ക് പോയി, ഈജിപ്തിലേക്ക് പോയി. അവിടെ പച്ച പിടിച്ചതേ ഉള്ളൂ. അപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു? പോരാൻ പറഞ്ഞു. നിങ്ങൾക്കറിയാം, ഒരു ആശാരി ഒരു സ്ഥലത്ത് ഒരു ബിസിനസ് ഇട്ട് അതൊന്ന് പച്ച പിടിക്കണമെങ്കിൽ കാലം എത്ര വേണമെന്നുള്ളത് നമുക്കറിയാം. അതൊന്ന് ഉറപ്പിച്ച് വരുമ്പോഴത്തേക്കും കുറ്റിയും പറിച്ച് പിന്നെയും പൊക്കോളാൻ പറഞ്ഞു. എന്തൊരു കഷ്ടമാണ്. വീണ്ടും സ്വപ്നത്തിലാ ആയിക്കോട്ടെ, യാതൊരു അനുസരണക്കുറവും ഇല്ലാതെ എബ്രഹാം ഒരിക്കലാ ബലി കൊടുത്തതെങ്കിൽ ഒരുപാട് തവണ ബലി കൊടുത്തവനാകട്ടോ, തന്റെ യുക്തിയെ, തന്റെ മാനുഷികമായ സ്വാതന്ത്ര്യത്തെ, തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യത്തെ ഒരുപാട് തവണ ബലിക്കല്ലിൽ വെച്ചവന്റെ പേരാ ജോസഫ്. ഒന്ന് ആലോചിച്ച് നോക്കി. എവിടെയെങ്കിലും തീർത്തു നിന്ന ചരിത്രമുണ്ടോ? ഇവിടെ നല്ല ബിസിനസ് ഉണ്ട്, മെസ്രയീമിൽ നല്ല ബിസിനസ് ഉണ്ട്. ഇപ്പൊ തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോയാൽ മതി. ഇല്ല, അദ്ദേഹം അവിടെ നിന്ന് വീണ്ടും തിരിച്ചു നടക്കുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു ഭയം ഗ്രസിക്കുന്നുണ്ട്. അവിടെ അർക്കലാവോസാണ് ഭരിക്കുന്നത് കേട്ടപ്പോ അങ്ങോട്ട് പോകാൻ ഭയമായി. എന്തിനു ഭയക്കുന്നത്? ഉലകത്തെയും ആകാശത്തെയും സൃഷ്ടിച്ചവൻ തന്റെ കയ്യിലിരിപ്പുണ്ട്. തന്റെ മാർവോട് ചേർന്ന് മയങ്ങുന്നവനാണ് അവൻ. ആരെങ്കിലും അങ്ങോട്ടൊരു വിരൽ ചൂണ്ടിയാൽ ഭസ്മീകരിക്കാൻ കഴിവുള്ളവനാണ് അവിടുന്ന്. ഇത് അദ്ദേഹത്തിന് അറിയാം. എങ്കിലും ദിവ്യമായ ആ ഭയത്താൽ പ്രേരിതനായി, ദിവ്യമായ ആ ഭയം, അത് തനിക്കേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവിക പദ്ധതിയുടെ പാലകനും കാവൽക്കാരനും എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ദൈവത്തോടുള്ള അനുസരണത്തിന്റെ മൂർത്തിമദ്ഭാവമായ ആ ഭയത്താൽ അദ്ദേഹം അധികമാരാലും ശ്രദ്ധിക്കപ്പെടാത്ത, എന്നാൽ ഏറ്റവും നല്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയ നസറേത്ത് അത്ര നല്ല സ്ഥലമൊന്നുമല്ല, അതിനെപ്പറ്റി അധികം പറയേണ്ടുന്ന കാര്യമൊന്നുമില്ല. എന്നാലും അധികം ആരും അവിടെ നിന്നാണ് അവൻ വളരുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുകയില്ല. അതുകൊണ്ട് ആ സ്ഥലം തെരഞ്ഞെടുത്തു എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ ഈ മഹാമാരിയുടെ നടുക്ക് നമ്മളിപ്പോ നിൽക്കുമ്പോൾ വിശുദ്ധ ജോസഫിനെ ഏറിയ ഭക്തിയോടുകൂടെ നമ്മൾ വിളിക്കുന്നു. കാരണം എന്താണ്? ഇവിടെ ഒരുപാട് വൈതരണികളെ നാം അഭിമുഖീകരിക്കുകയാണ്. ശരീരത്തിന്റെ രോഗം, ലോകമാസകലം ഗ്രസിച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നു. സംരക്ഷകനായി വിശുദ്ധ യൗസേപ്പ് നമ്മുടെ മധ്യത്തിൽ വേണം. ഇതുപോലെ നമ്മുടെ ധാർമ്മിക രീതിയിലുള്ള വലിയ അധപതനങ്ങൾ നമ്മൾ കാണുന്നു. നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും വിളിച്ചുകൊണ്ട് വികടത നിറഞ്ഞ ഒരു ധാർമ്മിക സംസ്കാരം ഇവിടെ, അധാർമികമായ ഒരു സംസ്കാരം ഇവിടെ കൊടികുത്തി വാഴുന്നത് നമ്മൾ കാണുന്നു. സഭ അകത്തു നിന്നും പുറത്തു നിന്നും നിഷ്ഠൂരമായ രീതിയിൽ മർദ്ദനത്തിന് വിധേയമാക്കപ്പെടുന്നു. ഈ സന്ദർഭത്തിൽ എപ്രകാരമാണോ ദൈവത്തിന്റെ മകനെ മിശിഹാ തമ്പുരാനെ വിശുദ്ധ യൗസേപ്പ് പരിപാലിച്ചത്, അപ്രകാരം തന്നെ നമുക്ക് ആ ഒരു മനോഭാവം അദ്ദേഹത്തിന് ഇപ്പോഴുമുണ്ട് എന്ന ബോധ്യത്തോടു കൂടി നമുക്ക് അദ്ദേഹത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. അവിടെ നിന്ന് ഊർജം സംഭരിക്കാം. ആ സംരക്ഷണത്തിന് നമ്മളെ തന്നെ ഭരമേൽപ്പിക്കാം. അതുകൊണ്ടാണ് അദ്ദേഹം സ്നേഹിക്കപ്പെടുന്ന പിതാവാകുന്നത്. ഒട്ടും സംസാരിക്കാത്ത അദ്ദേഹത്തിന്റെ പേരാണ് ഏറ്റവും അധികം ക്രിസ്ത്യാനികൾക്ക് ഇട്ടിരിക്കുന്നത്. മറിയം എന്ന് പേര് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഏറ്റവും കൂടുതൽ ജോസഫാണെന്നാണ് പറയുന്നത്.
ദാവീദിന്റെ വംശത്തിൽ പിറന്ന അദ്ദേഹം ആ ഒരു അഭിധാനത്താൽ വിളിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ യേശുക്രിസ്തു ദാവീദിന്റെ വംശത്തിൽ ഇശായിയുടെ കുറ്റിയിൽ വരുന്ന കിളിർക്കുന്ന രക്ഷകനെ സംബന്ധിക്കുന്ന കൃത്യമായ വിവരണത്തിന് യോജിച്ച കഥാപാത്രമാണ് എന്ന് മാർപ്പാപ്പ ഇവിടെ പറഞ്ഞു വെക്കുക. ആ ജോസഫിന്റെ അടുത്തേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. വാഗ്ദാനപ്രകാരം ആരിൽ നിന്ന് യേശു ജനിക്കുന്നുവോ, ആരിൽ നിന്ന് എന്നതിന് വളരെ കൃത്യമായ അർത്ഥമുണ്ട്. ബാഹ്യമായ അടയാളത്താൽ അല്ല, പ്രത്യേക ദൈവത്താൽ നിയുക്തനായ പിതൃത്വത്താൽ ആരിൽ നിന്ന് ജനിക്കുന്നുവോ ആ ജോസഫിന്റെ അടുത്തേക്ക്, ക്രിസ്തുവിന്റെ തായ്തണ്ടിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണ്. ജോസഫ് പഴയ പുതിയ നിയമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നവനാണ് എന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മളെ പറഞ്ഞു വെക്കുന്നു. വീണ്ടും ജോസഫ് ബലഹീനനായ മനുഷ്യനായിരുന്നു. അതാണ് അദ്ദേഹം പരിചിന്തനത്തിന് വിധേയമാക്കുന്ന മറ്റൊരു സംഗതി. ഒരു സാധാരണക്കാരനായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് വളരെ പ്രത്യേകമായ ഏതെങ്കിലും സിദ്ധിവിശേഷങ്ങൾ ഉള്ളതായിട്ടോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ ദൈവത്തിന്റെ കൃപ അദ്ദേഹത്തിന്റെ മേൽ പ്രകടമായി. കോൺകം പ്ലൂരിസിനെ സംബന്ധിച്ചിട്ട് നമ്മൾ ഓർക്കുന്നുണ്ടാവും. ദൈവത്തിന്റെ കൃപയ്ക്ക്, അന്യാദൃശമായ കൃപയ്ക്ക് പാത്രീഭൂതനായവനാണ് അദ്ദേഹം. അത് വീണ്ടും ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ്. ദൈവത്തിന്റെ കൃപയ്ക്ക് പാത്രീഭൂതനായിക്കൊണ്ട് തന്റെ മാനുഷികമായ ബലഹീനതകളെ ഉല്ലംഘിക്കുന്ന രീതിയിൽ അദ്ദേഹം ദൈവത്തോട് വിശ്വസ്തതയുള്ളവനായിരുന്നു. വീണ്ടും അദ്ദേഹം ആർദ്രനായ ഒരുവനായിരുന്നു. മറിയത്തോട് അദ്ദേഹം കലഹിച്ചതായിട്ട് നമുക്കറിയില്ല. ഏതെങ്കിലും ദൈവിക പദ്ധതിയോട് തീർത്തു നിന്നതായിട്ട് നമുക്ക് അറിവില്ല. വളരെ ആർദ്രഹൃദയനായിരുന്ന അദ്ദേഹം തൻ്റെ പുത്രനായി തനിക്ക് ലഭിച്ച അവനെ കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തി എന്നതിന് സുവിശേഷം സാക്ഷി. അദ്ദേഹം രണ്ടാമതായിട്ട് അദ്ദേഹം മൃദുലഹൃദയനായ പിതാവായിരുന്നുവെങ്കിൽ മൂന്നാമതായിട്ട് അദ്ദേഹം അനുസരിക്കുന്ന പിതാവായിരുന്നു. ദൈവം പറഞ്ഞത് എല്ലാത്തിനെയും കൃത്യമായി അനുസരിക്കുന്ന ഈ പിതാവ് ദൈവാനുസരണം എന്താണ് എന്ന് ഈ കാലഘട്ടത്തിലെ പിതാക്കന്മാരെ അതിശക്തമായി പഠിപ്പിക്കുകയാണ്. മറിയത്തെ ഭാര്യയാക്കാൻ നീ ശങ്കിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഒരു ശങ്കയുമില്ലാതെ ദൈവത്തെ അനുസരിച്ചു. വീണ്ടും ഹെറോദോസ് കുഞ്ഞിനെ കൊല്ലാൻ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു ശങ്കയും ഇല്ലാതെ ആ കൊലപാതകത്തിൽ നിന്ന് ഓടി ഒളിച്ചു. വീണ്ടും മാലാഖ പറഞ്ഞപ്പോ ഒരു ശങ്കയും ഇല്ലാതെ അനുസരിച്ചുകൊണ്ട് തിരിച്ചു വന്നു. പരിച്ഛേദനം എന്ന് പറയുന്നത് നിയമത്തിന് കീഴ്പ്പെടുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് ദൈവത്തിന്റെ മകനാണ്, ഏതിനും ഇവൻ ദൈവത്തിന്റെ മകനാണ് എന്നൊരൊറ്റ ചിന്ത കൊണ്ട് തന്നെ നിലവിലുള്ള എല്ലാ സമ്പ്രദായങ്ങളോടും എല്ലാ സംഗതികളോടും സംഭവങ്ങളോടും മറുതലിപ്പിന്റെ ഭാഷയിൽ സംസാരിക്കാൻ അവകാശം വരെയുള്ള അദ്ദേഹം അതിനെ എല്ലാത്തിനെയും വകവെച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് സകലത്തിനെയും നിയമാനുസൃതം സകലത്തിനോടും നിയമാനുസൃതം എന്ന് പറയുന്ന ഒരു മനുഷ്യനായി മാറുന്നു. പരിച്ഛേദനം നടത്തുന്നു, മറിയത്തിന്റെ ശുദ്ധീകരണം നടത്തുന്നു, ആദ്യജാതന്റെ സമർപ്പണം നടത്തുന്നു. അവിടെയും വിശുദ്ധ ലൂക്കായ്ക്ക് പറ്റി ഒരു ചെറിയ അബദ്ധം എന്നാ ഞാൻ വിചാരിക്കുന്നത്. കാരണം വിശുദ്ധ ലൂക്കായ്ക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, ഈ ദാരിദ്ര്യം ആരും അറിയരുതെന്ന്. സത്രത്തിൽ അവർക്ക് ഇടം കിട്ടിയില്ല എന്നത് തന്നെ കണ്ണുനീരിന്റെ ഒരു അധ്യായത്തെ ഒരു ചെറുവാക്യത്തിൽ അടച്ചു വെച്ചിരിക്കുക. നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 2 ചങ്ങാലി കുഞ്ഞുങ്ങളെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനൊരു പ്രശ്നമുണ്ട്. നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എന്നൊരു വാക്കുണ്ടെങ്കിൽ നിയമത്തിൽ അങ്ങനെയാണോ പറഞ്ഞത് നമ്മൾ നോക്കും. അങ്ങനെ നോക്കിയത് സത്യമാണെങ്കിൽ നമുക്ക് മനസ്സിലാകും നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഊനമില്ലാത്ത ഒരാണാട്ടിൻകുട്ടിയാണ്. പിന്നെ തീരെ പാവങ്ങൾക്ക് ഒരോപ്ഷനാണ് ഈ 2 ചങ്ങാലി. 2 ചങ്ങാലിയുടെ നിസ്സാരതയെ പറ്റി ഈ ചങ്ങാലിയെ പിടിച്ചിട്ട് ദേവാലയത്തിലെ ആദ്യജാത സമർപ്പണം നടത്തിയവൻ തന്നെ പറഞ്ഞു, 2 കാശിന് 5 കുരുകൾ വിൽക്കപ്പെടുന്നില്ലേ എന്ന്. അത്ര നിസ്സാരമായിരുന്നു. അതേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാ സത്യം. അത്രയ്ക്ക് ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിലൂടെ അദ്ദേഹം കടന്നുപോയി.
ഒരിക്കലും ദൈവത്തിനോട് സമ്പത്ത് ചോദിച്ചില്ല. ഒരിക്കലും ദൈവത്തോട് ദൈവിക പദ്ധതി നിറവേറ്റാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എനിക്ക് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞില്ല. അത് അദ്ദേഹം തന്നെ കണ്ടുപിടിച്ചു. ദാരിദ്ര്യത്തെ ഒരു മാനക്കേടായിട്ടല്ല, ദാരിദ്ര്യത്തെ ഒരു വിളിയായി കണ്ട ഒരു മഹാമനുഷ്യനാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. മാതാപിതാക്കളോട് അനുസരണയുള്ളവനാകുവാൻ യൗസേപ്പ് യേശുവിനെ പരിശീലിപ്പിച്ചു. മാതാപിതാക്കളോടുള്ള അനുസരണ പരിശീലനത്തിന്റെ ഭാഗമാണ് എന്ന് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അനുസരണയുള്ളവനാകുവാൻ പരിശീലിപ്പിച്ച ജോസഫ് പിതാവിനോട് അനുസരണയുള്ളവനായ ഒരു മകനെയാ വാർത്തെടുത്തത്. ആ അനുസരണം കുരിശിലെ തന്റെ മരണം വരെയും യേശു ക്രിസ്തുവിന്റെ അസ്തിത്വത്തിലുടനീളം പിതാവിനോടുള്ള അനുസരണമുണ്ട്. അത് പ്രകാശിതമായിരിക്കുന്നുവെങ്കിൽ അതിനകത്ത് വിശുദ്ധ യൗസേപ്പിന്റെ സംഭാവന ചില്ലറയല്ല എന്ന് മാത്രം നമ്മളത് അറിയണം എന്നതാണ് സത്യം. ചുരുക്കത്തില് രക്ഷാകര സംഭവത്തിൽ പിതാവിന്റെ പങ്കാണ് അദ്ദേഹം എടുക്കുന്നത്. ഏത് പിതാവിന്റെ? സ്വർഗീയ പിതാവിന്റെ അതേ പങ്ക് തന്നെയാണ് ഇവിടെ ഈ ഭൗമിക സാഹചര്യത്തിൽ വിശുദ്ധ യൗസേപ്പ് എടുക്കുന്നത്. നാലാമത്തേത് സ്വീകരിക്കുന്ന പിതാവ് എന്നതാണ്. സ്വീകരിക്കുന്ന പിതാവ് മറിയത്തെ നിരുപാധികം സ്വീകരിച്ചു. ഇവിടെയൊക്കെ നമുക്ക് ഒരു മനുഷ്യനായ നിലയ്ക്ക് ഇടറയാവുന്ന അദ്ദേഹത്തിന്റെ സാധ്യതകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അതിശയിച്ചു പോകും. എന്റെ ദൈവമേ, ഇങ്ങനെ ചോദിക്കാമായിരുന്നില്ലേ അദ്ദേഹത്തിന് എന്ന്. മാലാഖ നിനക്ക് പ്രത്യക്ഷപ്പെട്ടു, ശരി, സമ്മതിച്ചിരിക്കുന്നു. ഒരടയാളം എനിക്കിതാ, ഒരടയാളം എനിക്കിതാ, ഈ സ്വപ്നമല്ലാതെ. വേണമെങ്കിൽ ചോദിക്കാമായിരുന്നേ, പക്ഷേ ചോദിച്ചില്ല. അത് സ്വീകരിക്കുന്ന പിതാവായിരുന്നു അദ്ദേഹം. വലിയ ഒരു പദ്ധതിയാണ് ഇത് എന്ന് അദ്ദേഹത്തിന് അറിയാം. ഇവിടെ രണ്ട് വാക്കുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു: മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. മനസ്സിലായിട്ട് ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് നമ്മുടെ ശ്രമം അത്രയും, അല്ലേ? മനസ്സിലായില്ലെങ്കിൽ നമുക്കൊട്ട് ഉൾക്കൊള്ളാനും പറ്റുകയില്ല. എന്തുകൊണ്ട് ദൈവമേ? ഇതാണല്ലോ ലോകത്തിലെ പ്രാർത്ഥനകളിലെ ഭൂരിഭാഗവും, എന്റെ അടക്കം. എന്തുകൊണ്ട് ദൈവം? എനിക്ക് മനസ്സിലാകുന്നില്ല തമ്പുരാനെ, അതുകൊണ്ട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞാൻ ഉൾക്കൊള്ളാം, എനിക്കത് മനസ്സിലാക്കിത്താ. അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഞാൻ ധ്യാനമന്ദിരത്തിൽ പോകും, ധ്യാനം കൂടും. എന്തിനാ? എന്നിട്ട് ഏതെങ്കിലും കൗൺസിലർ പറയും ഇതിങ്ങനെയാണ്. കൗൺസിലിംഗ് ഒന്നും തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഉദ്ദേശം എന്തായിരിക്കാം? പലപ്പോഴും, എല്ലായ്പ്പോഴും ഒന്നുമല്ല. ദൈവത്തിന്റെ പദ്ധതി എന്തു തന്നെയായിരുന്നാലും അത് മനസ്സിലാക്കാതെ ഉൾക്കൊള്ളുകയില്ല എന്ന സാക്ഷ്യം ഒരു സാധാരണ ഭക്തന്റെ ജീവിതത്തിലുണ്ട് എങ്കിൽ ഇവിടെ നേരെ തിരിച്ച് യൗസേപ്പ് മഹാമേര് പോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. എനിക്ക് മനസ്സിലായിട്ടില്ല, പക്ഷെ ഞാനത് ഉൾക്കൊള്ളുന്നു. ഞാൻ മനസ്സിലാക്കേണ്ടിടത്തോളം അത് എനിക്ക് ദൈവം മനസ്സിലാക്കി തന്നിട്ടുണ്ട്. യേശു എന്ന് പേര് വിളിക്കണം, യേശു എന്ന പേര് വിളിക്കണം. നീ അവനെ പോറ്റണം, അതിന് അലവൻസ് ചോദിച്ചില്ല. ഞാൻ അവനെ പോറ്റണം, ഞാൻ അവനെ പോറ്റണം. എന്നിട്ടോ എന്ന ചോദ്യം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തന്നെ തിരിച്ചു വെച്ചു കൊടുത്തു ജോസഫ്. ഇതിന്റെ പരിണാമം എന്താണ് എന്ന് കാണാനുള്ള വ്യഗ്രതയൊന്നും അദ്ദേഹത്തിനില്ലായിരുന്നു, ഒരു കാര്യത്തിലും ഇല്ലായിരുന്നു. അന്നന്ന് ജീവിക്കുന്ന മനുഷ്യനായതുകൊണ്ടാണ് അന്ന് രാത്രി ഉറങ്ങിയത്. എല്ലാ രാത്രികളിലും അദ്ദേഹം ഉറങ്ങിയത്. അന്നന്ന് മാത്രമേ ജീവിക്കുന്നുള്ളൂ. ആ അന്നന്ന് അദ്ദേഹം ആത്മാർത്ഥമായും സത്യസന്ധമായും ദൈവത്തിന് വേണ്ടി അധ്വാനിച്ചു. ദൈവം പറഞ്ഞത് മാതിരി സംരക്ഷിച്ചു, പൊത്തിപ്പിടിച്ചു. മറിയത്തിന്റെ സൽപ്പേരിനെ പൊത്തിപ്പിടിച്ചു. ഒരമ്മയുടെ മഹത്വത്തെ അദ്ദേഹം പൊത്തിപ്പിടിച്ചു. ഉദരത്തിലെ കുഞ്ഞിനെ അദ്ദേഹം പൊതിഞ്ഞു പിടിച്ചു. ഒന്നും മനസ്സിലായില്ലെങ്കിലും സ്നേഹത്തിന്റെ ഗിൽറ്റ് വെച്ച, സ്നേഹത്തിന്റെ അലുക്കുത്തുകളുള്ള
തൻ്റെ പ്രവർത്തനത്തിന്റെ മേഖലയിലേക്ക് അദ്ദേഹം തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് അദ്ദേഹം ആ കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചു. ഒന്നും മനസ്സിലായിട്ടില്ല. ഈ കുഞ്ഞ് എന്തായിത്തീരുന്നുള്ളതും അദ്ദേഹത്തിന് അറിയില്ല. ആകെയുള്ളത് എന്തോ ഒരു വാളിന്റെ കേസുണ്ട്. ഈ കുഞ്ഞ് അങ്ങനെ അന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഇതൊന്നും അദ്ദേഹത്തിന് വിഷയമല്ല. ദൈവത്തിന്റെ മുമ്പാകെ അവിഛിന്നമായ ഭക്തിയോടും അനുസരണയോടും കൂടെ അദ്ദേഹം ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വീകരിച്ചു. മനസ്സിലാക്കാൻ പറ്റാത്തതിനെ സംഭവിക്കുമ്പോൾ അവിടെ ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും അടുത്ത കാര്യത്തെ വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്യാൻ തക്കവണ്ണമുള്ള വിശ്വസ്തത അദ്ദേഹത്തിനുണ്ടായിരുന്നു. വിശ്വസ്തയായ കന്യകെ എന്ന് നമ്മൾ മറിയത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കന്യകയുടെ ഭർത്താവിന് വിശ്വസ്തത ഒട്ടുമേ കുറവില്ല എന്നുകൂടി നാം ഓർമ്മിക്കുക. വീണ്ടും ഇവിടെ മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്ന അതിമനോഹരമായ ഒരു ആശയമുണ്ട്. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ദൈവത്തിൻ്റെ ഇടപെടലുകളെ തൻ്റെ ചരിത്രത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് ആ ചരിത്രവുമായി അനുരഞ്ജനപ്പെടാൻ അദ്ദേഹം തയ്യാറായി. ഇതാണ് നിയോഗം എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം പൂർണ്ണ മനസ്സോടുകൂടി ആ നിയോഗത്തെ സ്വീകരിക്കുകയാണ്. ദൈവം തരുന്ന നിയോഗങ്ങളെ, ദൈവം തരുന്ന ചുമതലകളെ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ തിരുമുമ്പിൽ നാം മഹത്വപ്പെടുക എന്നതിന് വിശുദ്ധ യൗസേപ്പ് സാക്ഷിയാവുകയാണ്. അദ്ദേഹം വീണ്ടും പറയുന്നു, വിശുദ്ധ യൗസേപ്പിന്റെ ആധ്യാത്മികത വിശദീകരണങ്ങളുടേതല്ല, പ്രത്യുത സ്വീകരണത്തിൻ്റെതാണ്. അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണത്. ആ സ്വീകരണം അദ്ദേഹത്തെ താനുമായി തന്നെയും അനുരഞ്ജനപ്പെടുത്തി. തൻ്റെ കഥാപാത്രം എന്താണോ, ആ കഥാപാത്രത്തിന്റെ കഥ എന്താണോ, റോൾ എന്താണോ, അത് ആടി തീർക്കാൻ വ്യഗ്രചിത്തനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് ദൈവം നന്മ തരുന്നു, തിന്മയും നാം സ്വീകരിക്കണ്ടേ എന്ന് പണ്ട് ഇയ്യോബ് ചോദിച്ചതുപോലെ ദൈവം തരുന്ന നന്മയ്ക്കകത്ത് ഇപ്പൊ തിന്മയായിട്ട് എനിക്ക് എന്തു തോന്നിയാലും സാരമില്ല, അത് ദൈവം നന്മയാകിയാൽ നന്മയിൽ നിന്ന് തന്നെ നന്മയല്ലാതെ വേറൊന്നും വരില്ല എന്ന ബോധ്യത്തോടു കൂടെ അദ്ദേഹം ദൈവ തിരുമനസ്സിന് കീഴ്പ്പെട്ടു. അത് യാന്ത്രികമായി അനുസരിക്കുകയല്ല ചെയ്തത്. മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നു, പ്രത്യേക ഉത്സാഹപൂർവം അദ്ദേഹം ദൃഢതയോടുകൂടെ പ്രവർത്തിക്കുക ചെയ്തത്. ഏതായാലും ദൈവം പറഞ്ഞത് പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്ന മാതിരിയല്ല. അതിനകത്ത് തന്റെ ഇച്ഛാശക്തി, അതാണ് അഞ്ചാമത്തേതിൽ പറയുന്നത്, ഭാവാത്മകമായി ധൈര്യശാലിയായ ഒരു പിതാവായിട്ട് അദ്ദേഹം വന്നു. അതാണ് തന്റെ ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു പ്രശ്നം വന്നപ്പോ ആ പ്രശ്നത്തിലെ ഏറ്റവും നല്ല സൊല്യൂഷന് വേണ്ടി ദൈവത്തോട് ചോദിച്ച്, ആലോചന ചോദിച്ച് അടിയന്തരമായിട്ട് ഒരു അത്ഭുതം തന്നേ തീരൂ എന്ന് അദ്ദേഹം വാശി പിടിക്കുന്നില്ല. മിസ്രയീമിലേക്ക് ഒരു രാത്രി കൊണ്ട്, ഒരു ക്ഷണനേരം കൊണ്ട് ഞങ്ങളെ അവിടെ മാറ്റണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചില്ല. ഒരു നല്ല സ്ഥലം പ്രസവിക്കാൻ വേണമേ എന്ന് അദ്ദേഹം യാചിച്ചില്ല. ജീവിതത്തിന്റെ കഷ്ടതകളിൽ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ദൈവത്തോട് പറയുകയല്ല ചെയ്തത്. ദൈവമേ, എനിക്കിത് ചെയ്യാൻ കഴിയും എന്ന് അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു. അതുപ്രകാരം ചെയ്തു. എനിക്കിത് ചെയ്യാൻ കഴിയും. എനിക്ക് ഇരുണ്ട ഒരു തൊഴുത്തിൽ അവന്റെ പ്രസവ സ്ഥലം ഒരുക്കാൻ കഴിയും. അവളെ പ്രസവിപ്പിക്കാൻ എനിക്ക് കഴിയും. അങ്ങനെ ഒരു സ്ഥലമെങ്കിലും കണ്ടെത്താൻ എനിക്ക് കഴിയും. ഈ രാത്രിയിൽ തന്നെ പോകാൻ എനിക്ക് കഴിയും. ഛേദനാചാരത്തിന് എനിക്ക് തന്നെ കൊണ്ടുപോകാൻ സാധിക്കും. നീ പിതാവാണ് എന്ന് പറഞ്ഞതുകൊണ്ട് പിതാവിന്റെ അവകാശ അനുവാദങ്ങളോടുകൂടെ എനിക്ക് അവനെ പഠിപ്പിക്കാൻ കഴിയും. ഞാൻ പഠിപ്പിക്കും, ഞാൻ അക്ഷരം പഠിപ്പിക്കും, ഞാൻ കൊണ്ടു നടക്കും, ഞാൻ അവനെ ആശാരിപ്പണി പഠിപ്പിക്കും. മനുഷ്യന്റെ മഹനീയത എന്താണ് എന്ന് ദൈവവുമായി സഹകരിക്കുമ്പോൾ മനുഷ്യനിൽ നിന്ന് ദൈവം എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശുദ്ധ യൗസേപ്പിന്റെ ജീവിതം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ദൈവം സഹായിക്കുന്നില്ലെന്ന് തോന്നാം. പാപ്പ പറയുന്നു, ദൈവം അദ്ദേഹത്തെ എന്നല്ല നമ്മളെയും സഹായിക്കുന്നില്ലെന്ന് തോന്നാം.
ദൈവം നമുക്കായി വിധിച്ചിരിക്കുന്ന രക്ഷാകരമായ പദ്ധതിയിൽ നമ്മുടെ റോളുകളിൽ ദൈവം സഹായിക്കുന്നില്ല എന്ന തോന്നൽ നിശ്ചയമായിട്ടും ഉണ്ടാകാം. പക്ഷേ ദൈവം ഉപേക്ഷിക്കുന്നില്ല. ദൈവത്തിന്റെ പദ്ധതിയോട് വിശ്വസ്തരായി ഭാവാത്മകമായി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, ദൈവം നമുക്ക് തരുന്നവയെ നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാക്കി പൂർണ്ണ വിശ്വസ്തയോടുകൂടി സ്വീകരിച്ച് അതിനോട് ആത്മാർത്ഥമായി പ്രതികരിക്കുമ്പോൾ, ഭാവാത്മകമായി പ്രതികരിക്കുമ്പോൾ, വിശുദ്ധ യൗസേപ്പിനെ പോലെ പ്രതികരിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നു, ദൈവം നമ്മെ ഉപേക്ഷിക്കുന്നില്ല. നമ്മുടെ സർഗാത്മക ശക്തിയെ, നമ്മുടെ പ്രവർത്തന നൈപുണ്യത്തെ അവിടത്തേക്ക് വേണം. ജോസഫിന് അടിക്കടി അത്ഭുതം ചെയ്തായിരുന്നു ദൈവം സഹായിച്ചിരുന്നതെങ്കിൽ നിശ്ചയമായിട്ട് നമ്മളിങ്ങനെ ജോസഫിനെ ബഹുമാനിക്കുമായിരുന്നില്ല, മറ്റൊരു തരത്തിലായിരിക്കും. പക്ഷെ ഇവിടെ നാം കാണുന്നത് തികഞ്ഞ ഒരു മനുഷ്യനെയാണ്. ദൈവത്തിനോട് ഇതാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ നിഖില സാഹചര്യങ്ങളിലും ഒരധിക ബലത്തിനും ആഗ്രഹിക്കാതെ, ഒരധിക ബലവും സ്വീകരിക്കാതെ ദൈവം തന്ന മനുഷ്യത്വത്തിലൂടെ, മാനുഷികതയിലൂടെ വിശ്വസ്തയോടുകൂടി പ്രവർത്തനത്തെ വിനിയോഗിച്ചവൻ, തന്റെ ഊർജത്തെ വിനിയോഗിച്ചവൻ. ഈ ഭാവാത്മകമായ ധൈര്യം ഏറെ ശ്ലാഘിക്കപ്പെടുന്നത് ആ തട്ടുപൊളിച്ചിട്ട് തളർവാദക്കാരനെ താഴേക്കിറക്കിയവരുടേത് ഭാവാത്മകമായ ധൈര്യമാണ്. മറ്റൊരു മാർഗവുമില്ല. ഒരത്ഭുതത്തിന് വേണ്ടി അവർ നിന്നില്ല. അവർക്ക് വേണ്ടത് അവന്റെ അടുത്തെത്തി അവൻ അത്ഭുതം ചെയ്യുക എന്നതായിരുന്നു. അതുകൊണ്ട് അവർ മാനുഷികമായി തങ്ങൾക്ക് യുക്തമായ കാര്യം വിനിയോഗിച്ചു, തന്നെ യുക്തമായ രീതിയിൽ കാര്യങ്ങൾ ചിന്തിച്ചു. അതുപോലെ അവനെ വളർത്താൻ, ദൈവം പറഞ്ഞതുമാതിരി തന്നെ പ്രവർത്തിക്കാൻ, തനിക്ക് യുക്തവും ഏറ്റവും യോഗ്യമെന്ന് തോന്നിയതുമായ രീതിയിൽ വിശ്വസ്തതാപൂർവം വിശുദ്ധ ജോസഫ് പ്രവർത്തിച്ചു. വീണ്ടും പാപ്പ പറയുന്നു, മെസ്രയീമിലെ അദ്ദേഹത്തിന്റെ അനുഭവം കൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തെ പ്രവാസികളുടെ, കുടിയിറക്കപ്പെട്ടവരുടെ, ഒരു വീടില്ലാത്തവന്റെ ഒക്കെ മധ്യസ്ഥനായി നമുക്ക് വിളിച്ചപേക്ഷിക്കാം. കാരണം ആ വേദന അദ്ദേഹത്തിന് അറിയാം. അമ്മയെയും കുഞ്ഞിനെയും സംരക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി സ്വന്തം ഭവനം വിട്ട് പരിത്യക്തനായി ദൂരദേശത്തേക്ക് പോയ അദ്ദേഹം ആ വേദന ആനുകാലിക ലോകത്ത് അനേകരനുഭവിക്കുന്ന വേദനയുടെ ഒരു മുൻ അനുഭവമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതേ വേദന അദ്ദേഹം അനുഭവിച്ചതാണ്. അതുകൊണ്ട് അദ്ദേഹം ദരിദ്രരുടെയും കുടിയിറങ്ങുന്നവരുടെയും ഈ കുടിയേറ്റക്കാരുടെയും പരദേശികളുടെയും മധ്യസ്ഥനും സംരക്ഷകനുമാണ് എന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വെക്കുന്നു. വീണ്ടും അദ്ദേഹം അധ്വാനിയായ ഒരു പിതാവാണ്. അധ്വാനിയായ പിതാവ്. അധ്വാനത്തിന്റെ മഹത്വം അദ്ദേഹത്തിന് അറിയാം. ഈ അധ്വാനിയായ പിതാവ് എന്നുള്ള ആ ഒരൊറ്റ മേഖലയെ അടിസ്ഥാനപ്പെടുത്തി രേറിം നോവൈരും എന്ന അപ്പസ്തോലിക ചാക്രിക ലേഖനത്തിൽ അധ്വാനത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്നു. മെയ് 1-ാം തീയതി തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിന്റെ തിരുനാൾ ആചരിക്കുന്നത് യൗസേപ്പ് അധ്വാനിച്ചു തന്റെ കുഞ്ഞിനെ വളർത്തി എന്നുള്ള ആ വസ്തുതയെ അടിസ്ഥാനപ്പെടുത്തിയ അധ്വാനത്തിന്റെ മഹത്വത്തെയാണ് അദ്ദേഹം എപ്പോഴും ഉയർത്തി കാണിക്കുന്നത്. തച്ചനായ ജോസഫ് തന്റെ കുഞ്ഞിന് അഷ്ടിക്ക് വകയില്ലാത്ത ആ കുടുംബത്തിന് ആഹാരമൊരുക്കാൻ വേണ്ടി അവൻ ദൈവപുത്രനാണ് എന്ന സ്ഥാനത്തെ വകവെക്കാതെ സകലതും സൃഷ്ടിച്ചവനാണ് എന്ന അറിവുണ്ടായിരിക്കെ തന്നെ അവന് വേണ്ടി അപ്പം സൃഷ്ടിച്ചവനാണ് വിശുദ്ധ ജോസഫ്. എന്തൊരു വൈരുദ്ധ്യമാണെന്ന് ആലോചിച്ചു നോക്കി. വീണ്ടും അദ്ദേഹം നിഴലുകളിൽ ഒരു പിതാവ് എന്ന് പറയുന്നതിന് മുമ്പ്, അതാണ് ഏറ്റവും അവസാനത്തേത്, എനിക്ക് തോന്നുന്നു ഏറ്റവും ഹൃദയസ്പർശിയായ വിവരണവും അത് തന്നെയാണ്. അതിനു മുമ്പ് നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ഘടകം, ആ 12-ാമത്തെ ഒരു പ്രത്യേക സംഭവം, 12-ാമത്തെ വയസ്സിലുള്ള കാണാതെ പോകൽ,
ആ കാണാതെ പോയ സംഭവം ഒരുപാട് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഈ നിഴലുകളിൽ ഒരു പിതാവ് എന്ന് പറയുന്ന ആ സംഗതിയുടെ ആരംഭം തന്നെ അതാണ്. എന്തുകൊണ്ടാണ് 2 ദിവസം കാണാതെ പോയത്? എന്തുകൊണ്ടാണ് തൻ്റെ വസ്ത്രത്തിന്റെ തുമ്പിൽ ആ യേശുവിന്റെ വസ്ത്രം കെട്ടിയിടാഞ്ഞത്? കാരണം ഇതുവരെയുള്ള സംരക്ഷണത്തിന്റെ ആ മനോഭാവത്തിലല്ലേ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണോ കാണാതെ പോയത്? കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉപേക്ഷ, എനി ലാക്സിറ്റി? ഒന്നുമില്ല. എങ്ങനെയാ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടതെന്നുള്ളത് വിശുദ്ധ യൂസഫിനോട് ചോദിക്കണം. 2 ദിവസത്തേക്ക് ചോദിച്ചില്ല, എവിടെയാന്ന് അന്വേഷിച്ചില്ല. അത് അന്വേഷിക്കാഞ്ഞത് പോയാ പോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല. ഒരു കുഞ്ഞു വളരാൻ അവന് സ്വാതന്ത്ര്യം കൊടുക്കണം. ഒരു കുഞ്ഞു വളരാൻ അവന് സ്വാതന്ത്ര്യം കൊടുക്കണം. ഒട്ടും അംഗീകരിക്കപ്പെടാത്ത, കുടുംബത്തിലേറെ അസ്വസ്ഥതകൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു മനോഭാവത്തിലൂടെയാണ് നാം മാതാപിതാക്കൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നാം സ്നേഹമെന്ന് വിചാരിക്കുന്നത് ഒരുതരം സംരക്ഷണത്തിന്റെ സുരക്ഷയുടെ കൃത്രിമമായ ജയിലാണ്. ഒരു ജയിലാണത്. അനങ്ങരുത്, തിരിയരുത്, പോകരുത്, മിണ്ടരുത്, ഇരിക്കരുത്, കിടക്കരുത്. ഇതല്ലേ സ്നേഹത്തിന്റെ പ്രകാശനമായി നാം തെറ്റിദ്ധരിക്കുന്നത്? പണ്ട് നമ്മളൊക്കെ ത്രിഭാഷാ സമ്പ്രദായത്തിലായിരുന്നപ്പോ ഹിന്ദി പഠിച്ചപ്പോ എല്ലാവരും പഠിച്ച ഒരു പാട്ടുണ്ടാവും കബീറിന്റെ, ഗിർ ഗിർ കർ ചലനെ സീഖാ, രോ രോ കർ ഹസനെ സീഖാ. ഗിർ ഗിർ കർ ചലനെ സീഖാ. ആരെങ്കിലും വീഴാൻ സമ്മതിക്കണ്ടേ? അതുകൊണ്ട് എന്താ വെച്ചാൽ നടക്കാൻ പഠിക്കില്ല. രോ രോ കർ ഹസനെ സീഖാ. കരഞ്ഞ് കരഞ്ഞ് ചിരിക്കാൻ പഠിക്കുന്നു. അതിന് കരയാൻ സമ്മതിക്കണ്ടേ? അതുകൊണ്ട് ആത്മാർത്ഥമായിട്ടൊന്നും ചിരിക്കാൻ പോലും പറ്റുകയില്ല. 2 ദിവസത്തേക്ക് അന്വേഷിച്ചില്ല എന്നുള്ളത് സത്യമാണ്. അതിനെയാണ് ഭാവാത്മക സ്നേഹം എന്ന് പറയുന്നത്. മാർപ്പാപ്പ ഒരു പ്രത്യേക വാക്ക് ഇവിടെ പറയുന്നുണ്ട്, ഈടുറ്റ വാക്ക്. പിതാക്കന്മാർ സൃഷ്ടിക്കപ്പെടുന്നവരല്ല, ഉരുത്തിരിയുന്നവരാണ്. എല്ലാ ചാച്ചന്മാരും പിതാക്കന്മാരാകുന്നില്ല എന്ന് ചുരുക്കം. ഇവിടെ ഇതാ സൃഷ്ടികർമ്മത്തിലൊന്നും പങ്കെടുക്കാത്ത ഒരു മനുഷ്യൻ പിതാവായി ഉരുത്തിരിഞ്ഞത് കണ്ടോ? അവൻ പോകട്ടെ, അവൻ നടക്കട്ടെ, എന്റെ കണ്ണവന്റെ മേലുണ്ടായിരിക്കും, പക്ഷേ എന്റെ കൈ അവന്റെ മേലുണ്ടാവില്ല. എന്റെ ചിന്ത അവന്റെ മേലുണ്ടായിരിക്കും, പക്ഷേ അവൻ എന്റെ കൺവെട്ടത്ത് തന്നെ വേണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. മറ്റൊന്നുകൂടിയുണ്ടേ, നമ്മൾ എപ്രകാരമാണോ ശിക്ഷണം കൊടുത്തിരിക്കുന്നത് അപ്രകാരം ആ കുഞ്ഞു പൊയ്ക്കോളും. ആ ആത്മധൈര്യമില്ലേ? നാം എല്ലാം ഉന്നം പിടിക്കാറുണ്ട്. ഒന്നുകിൽ തെറ്റാരിയില്, കവണയില്, അല്ലെങ്കിൽ തോക്കില്, അല്ലെങ്കിൽ എന്തിലെങ്കിലുമൊക്കെ നമ്മൾ ഉന്നം പിടിക്കാറുണ്ട്. ചുരുങ്ങിയ പക്ഷം ഒരു ഗോട്ടികളിയിലെങ്കിലും ഉന്നം പിടിക്കാറുണ്ട്. ഉന്നം പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് ഉറപ്പുണ്ട് ലക്ഷ്യത്തെ അത് ഭേദിച്ചിരിക്കും. തന്റെ കുഞ്ഞിനെ വിശ്വസ്തതാപൂർവം വളർത്തിയ ആ അപ്പന് അവൻ എവിടെ ഉണ്ടാകും എന്നുള്ളതിനെ പറ്റി നിശ്ചയം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. 2 ദിവസം അവൻ വന്നില്ലെങ്കിൽ അവനെ തപ്പി 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 എങ്ങോട്ടൊക്കെയോ പോകാം. പക്ഷേ അവർ ദേവാലയത്തിലേക്ക് പോയി. ദേവാലയത്തിൽ വെച്ചിട്ടാ കണ്ടത്. ആ ദേവാലയത്തെ ലക്ഷ്യമാക്കി ഒരു പിതാവ് തന്റെ കുഞ്ഞിനെ വാർത്തെടുത്തെങ്കിൽ ഈ പിതാവ് അഖില പിതാക്കൾക്കും മാതൃകയല്ലേ? അൾത്താര കേന്ദ്രീകൃതമായ ഒരു പഠന സമ്പ്രദായം എവിടെയുണ്ടോ അവിടെ പിന്നെ നമുക്ക് ഭയത്തിന് അവകാശമുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് കുഞ്ഞ് പിഴച്ചു, എന്തുകൊണ്ട് കുഞ്ഞിനെ വേറെ എവിടെയെങ്കിലും തപ്പണം എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇതേയുള്ളൂ, അൾത്താര കേന്ദ്രീകൃതമായിരുന്നില്ല നമ്മുടെ ബോധന സമ്പ്രദായം എന്ന്. ഇവിടെ കൂട്ടക്കാരുടെ ഇടയിൽ അന്വേഷിച്ച് കാണായികയാൽ അവർ ദേവാലയത്തിലേക്കാണ് ചെല്ലുന്നത്. കൂട്ടക്കാരുടെ ഇടയിലാണ് ആദ്യം അന്വേഷിക്കുന്നത്. ആ സ്നേഹത്തിന്റെ ബന്ധനമുണ്ട് അവിടെ കേട്ടോ.
ബന്ധം, ബന്ധനം എന്നൊക്കെ നമുക്ക് പറയാവുന്ന രണ്ടുമായിരിക്കുന്ന സംഗതി. അവിടെ പോകണ്ട, അത് ചിറ്റമ്മയുടെ അകത്തെ ഒരു ബന്ധമാ, അല്ലെങ്കിൽ അതാണ് ഇതാണ്. നമ്മളെല്ലാവരെയും അകത്തി നമ്മളിപ്പോ ഒരു ഏകാന്ത കുടുംബമായിരിക്കുക. കയറി ഇറങ്ങലുകളില്ല, കൊടുക്കൽ വാങ്ങലുകളില്ല, ചർച്ചകളില്ല, പരിപോഷിപ്പിക്കലുകളുമില്ല. എന്നാൽ ജോസഫിനും മറിയത്തിനും ഉറപ്പുണ്ടായിരുന്നു, അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, ഒരിടത്തോട്ടും പോകാനില്ല, ഞാനല്ലേ വളർത്തിയേ എന്ന് ജോസഫ് ചിന്തിച്ചെങ്കിൽ അതിൻ്റെ പേരാണ് ദൈവാനുഭവത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആത്മവിശ്വാസം. ഇവിടെ 12ാമത്തെ വയസ്സിൽ കാണാതെ പോയി, 3-ാം ദിവസം കണ്ടുകിട്ടിയത് ആ ഒരു സെക്കൻഡില് മറിയത്തിനൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൽ നീ എവിടെയായിരുന്നു എന്നതല്ല ചോദ്യം. ആ ചോദ്യത്തിൽ അറിയാം വിശുദ്ധ യൗസേപ്പിന്റെ സ്ഥാനം എന്താ, മറിയം എന്താ കൊടുത്തത്. നമ്മൾ രണ്ടുപേര് ഭാര്യയും ഭർത്താവും കൂടെ കൊച്ചിനെ തേടി നടന്നു. അവസാനം മേശക്കടിയിൽ ഇത് ഒളിച്ചിരിക്കുകയായിരുന്നു. അതിനെ കിട്ടിയെന്നിരിക്കട്ടെ. വലിച്ചു ചാടിച്ച് ഒരെണ്ണം കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചോദിക്കുന്നത് ഇതാണ്, എത്ര നേരമായടാ ഞാനും ഇവരും കൂടെ നിന്നെ തപ്പാൻ തുടങ്ങിയത്? ഞാനാണ് ആദ്യം, പിന്നെയാ ഇവര് വരുന്നത്. ഭാര്യയും ഭർത്താവും കൂടിയാണ്. ആദ്യം കൈ കിട്ടിയത് ആരാണോ ആ ആള് കൊച്ചിനെ വഴക്ക് പറയുന്നതിന് ഉപയോഗിക്കും, എത്ര നേരമായി ഞാനും നിന്റെ തള്ളയും കൂടെ, അല്ലെങ്കിൽ ഞാനും നിന്റെ അപ്പനും കൂടെ നിന്നെ വിളിച്ചു, ഞാനാണ് ആദ്യം. എന്നാൽ മറിയത്തെ സംബന്ധിച്ചിടത്തോളം നിന്റെ അപ്പനും ഞാനും, എനിക്ക് മേലെ നിന്റെ അപ്പൻ. എന്തിനാ അധികം പറയുന്നു വിശുദ്ധ യൗസേപ്പിനെ പറ്റി? പരിശുദ്ധ മറിയം തന്നെ ഈ സർട്ടിഫിക്കറ്റ് തന്നില്ലേ അവിടെ? എനിക്ക് ഏറെ ബഹുമാന്യനും പ്രിയങ്കരനുമായ എൻ്റെ ഭർത്താവ്, നിന്റെ അപ്പനും ഞാനും. യേശുവുമായി ബന്ധമാണ് അവിടെ സ്ഥാപിച്ചു കൊടുക്കുന്നത്. യൗസേപ്പ് പിതാവിന് ആരാണ് എന്നുള്ളത് വളരെ കൃത്യമായി ഇവിടെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. നിന്റെ അപ്പനും ഞാനും, എന്റെ കെട്ടിയോനും ഞാനും എന്നല്ല പറഞ്ഞത്, ഞാനും ഈ ജോസഫും എന്നല്ല പറഞ്ഞത്, നിന്റെ അപ്പനും ഞാനും. പിന്നെന്താ പേടിക്കാനിരിക്കും നമുക്ക്? അങ്ങനെ ഒരു അപ്പൻ നമുക്കുണ്ടെങ്കിൽ പോരാ, തീർന്നില്ല. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ആയിരിക്കേണ്ടവനല്ലയോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ആയിരിക്കേണ്ടവനല്ലയോ? ആ കുഞ്ഞു മോൻ ചോദിച്ചു, 12 വയസ്സായ മോൻ. പിന്നെ അദ്ദേഹം ഒന്നും മിണ്ടിയിട്ടില്ല, അല്ലേ? പിന്നെ അദ്ദേഹം ഒന്നും മിണ്ടിയിട്ടില്ല വിശുദ്ധ യൗസേപ്പ്. പിന്നെ വിശുദ്ധ യൗസേപ്പിനെ ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ആയിരിക്കേണ്ടതല്ലയോ എന്ന് ചോദിച്ച നിമിഷത്തിൽ, അതിനുശേഷം നമ്മൾ വിശുദ്ധ ജോസഫിനെ കാണുന്നില്ല. കാരണം വിശുദ്ധ ജോസഫിന് ഒരു കർത്തവ്യമേ ഉണ്ടായിരുന്നുള്ളൂ, തൻ്റെ കയ്യിൽ ദൈവം തന്ന കുഞ്ഞിനെ തിരിച്ചേൽപ്പിക്കുക. ആ കുഞ്ഞ് തൻ്റെ പിതാവിനെ അറിഞ്ഞ് അത് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭൗതികമായ തൻ്റെ പിതൃസ്ഥാനത്തിന് അർത്ഥമില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പിന്നെ എപ്പോൾ മരിച്ചു അതൊന്നും നമുക്കറിയില്ല. പക്ഷേ പിന്നീട് അദ്ദേഹം ഇടപെടുന്നതായി ഇവിടെ നമ്മൾ കാണുന്നില്ല. ഒരു കായ രൂപീകൃതമാകുമ്പോൾ പൂവ്, അതിമനോഹരമായ ആ പൂവ് കൊഴിഞ്ഞു പോകുന്നത് പോലെ പിതാവിനെ 12ാം വയസ്സിൽ യേശു തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ, അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അതിമനോഹരമായ ആ ജീവിതം പിന്നീട് സുവിശേഷത്തിന്റെ ആ ഏടുകളിൽ നിന്ന് അപ്രത്യക്ഷമായി. ഞാൻ പലപ്പോഴും ഓർക്കാറുള്ള, ഇതൊന്നും ശരിയല്ല, എൻ്റെ ഭാവനയാണ്, എന്നാലും ഞാൻ പറയാം. അന്ന് ആ കൊച്ചിനെ കിട്ടിയില്ലേ, കിട്ടിക്കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ വീട്ടിൽ പോയില്ലേ സന്തോഷിച്ച്. അന്ന് രാത്രി കഥ കേൾക്കാൻ വേണ്ടി കുഞ്ഞീശോ അടുത്ത് കിടന്നപ്പോൾ വല്ലാത്തൊരു ഹൃദയഭാരത്തോടു കൂടെ ഒരു വേള ജോസഫ് അവനെ അടക്കി പിടിച്ചിട്ടുണ്ടാവും. റോള് കഴിഞ്ഞ കഥാപാത്രമാണത്. അതുകൊണ്ടൊരു നഷ്ടബോധമല്ല, ചാരിതാർത്ഥ്യത്തിന്റെ ആധിക്യം കൊണ്ട് അദ്ദേഹം വിങ്ങിക്കാണും. എന്നിട്ട്
അദ്ദേഹം ചെവിയിൽ പറഞ്ഞ ഒരു മഹാസൂത്രം, ഭൂമിയിൽ ആരെയും നീ ഇനി പിതാവെന്ന് വിളിക്കണ്ട. അതല്ലേ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 23:9 യേശു പറഞ്ഞത്? ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്, സ്വർഗസ്ഥനായ ഒരു പിതാവേ ഉള്ളൂ. ഈ പിതാവിന്റെ ആധ്യാത്മികതയാണ് ഭൂമിയിലെ പിതൃത്വത്തിനുപരിയായി ദൈവത്തിന്റെ പിതൃത്വത്തെ അംഗീകരിക്കുകയും പ്രതിഷ്ഠിക്കുകയും ചെയ്ത ഈ പിതാവിന്റെ ആധ്യാത്മികതയാണ് ക്രിസ്തുവിനെ ഒരു വേള അവിടുത്തെ പിതൃപഠനത്തിൽ സ്വാധീനിച്ചതെന്ന് ആലങ്കാരികമായിട്ടാണെങ്കിലും നമുക്ക് പറഞ്ഞു വെച്ചുകൂടെ? ഫുൾട്ടൻ ജേഷി എന്നല്ലേ ഒരിക്കൽ പറഞ്ഞത്, ആ വ്യഭിചാരിണിയായ സ്ത്രീ പിടിക്കപ്പെടുന്ന സമയത്ത്, പിടിക്കപ്പെട്ട് അവരുടെ ചുറ്റും നിന്നപ്പോൾ എറിയാൻ വേണ്ടി കല്ലുകൾ എടുത്ത് ജനം ചുറ്റും നിൽക്കുമ്പോ, നടുക്കിവ നിൽക്കുമ്പോ, എൻ്റെ അപ്പൻ അന്ന് ഇടപെട്ടിട്ട് എൻ്റെ അമ്മയ്ക്ക് ഒഴിവാക്കി കൊടുത്ത ആ വ്യഭിചാരിണിയുടെ മരണം യേശു ഓർത്തു എന്ന് അദ്ദേഹമാണ് പറഞ്ഞു വെച്ചതെന്ന് എൻ്റെ ഓർമ്മ. കരുണ. തൻ്റെ പിതാവ് ജോസഫ്, തൻ്റെ വളർത്തു പിതാവ് ജോസഫ് തൻ്റെ അമ്മയോട് കാണിച്ച കരുണ അതവിടെ പ്രസ്പഷ്ടമായി, അവിടെ വികസിതമായി, അവിടെ എല്ലാവർക്കും മാതൃകയായി അവിടെ പ്രസ്പഷ്ടമായി നാം കാണുന്നു. ഇവിടെ ജോസഫിന്റെ സ്വാധീനം യേശുവിന്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു എന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വെക്കുന്നു. പക്വത ആവശ്യപ്പെടുന്ന ഒന്നാണ് പിതൃത്വമെന്നും സമർപ്പണമാണ് പിതൃത്വത്തിന്റെ അടിസ്ഥാനമെന്നും കാമ്പെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. സമർപ്പണം എന്നത് ഉജ്ജ്വലമായ ഒരു ജീവിത സാഹചര്യം, ഒരു ജീവിതത്തിന്റെ കൊടുക്കലാണ്. ദൈവത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതം എന്നത് ഒരു ഒരു കന്യാവ്രതമാണെങ്കിലും പൗരോഹിത്യമാണെങ്കിലും എല്ലാം ദൈവത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണ്. ഏതൊരു ദൈവികാന്തസ്സും ദൈവത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണ്. എന്നാൽ അതിനെ സമർപ്പണമാക്കുന്നത് നമ്മുടെ ഭാവാത്മകമായ സമീപനമാണ്. ഉജ്ജ്വലമായ ഭാവാത്മകത അതാ വേണ്ടത്. വിശുദ്ധ യൗസേപ്പിനെ ദൈവം വിളിച്ചു ചേർത്തു. താനായിരിക്കുന്ന സ്ഥിതിയിൽ അദ്ദേഹം ദൈവത്തോട് സഹകരിച്ചു. അങ്ങനെ ദൈവത്തിന് സ്വയം സമ്മാനമായി നൽകുകയും ഒന്നും ആരിൽ നിന്നും സ്വീകരിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം നിഴലുകളിലെ ഒരിടത്തും സ്പഷ്ടമായി കാണാതെ, എന്നാൽ എല്ലായിടത്തും തന്റെ സാന്നിധ്യം ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം നിഴലുകളിലെ ഒരു പിതാവായി മാറി. ഒരിടത്തും നമ്മൾ അദ്ദേഹത്തെ കാണുന്നില്ല, പക്ഷെ അനുഭവിക്കുന്നുണ്ട്. ഒരിടത്തും അദ്ദേഹം ഒന്നും നമ്മളോട് സംസാരിക്കുന്നില്ല, പക്ഷേ ആ 1000 വാക്കുകളെക്കാൾ സാർത്ഥകമാണ്, വാചാലമാണ് അദ്ദേഹത്തിന്റെ മൗനം. വർത്തമാനമായ അദ്ദേഹത്തോടുള്ള ഭക്തി അത് തെളിയിക്കുന്നു. ഏറെ പേർ പ്രത്യാശയോടുകൂടി വിശുദ്ധ യൗസേപ്പിനെ ഇന്ന് സമീപിച്ചുകൊണ്ടേയിരിക്കുന്നു. തവമായ ഒരു ഭക്തി ചൈതന്യത്തിൽ സഭയെ പ്രതിഷ്ഠിക്കുന്നതിന് വിശുദ്ധ യൗസേപ്പ് സദാ ദത്തശ്രദ്ധനാണ്. നമുക്കും ശക്തിയേറിയ അദ്ദേഹത്തിന്റെ മാധ്യസ്ഥത്തിലേക്ക് നമ്മളെ തന്നെ കൊടുക്കാം. വിശുദ്ധ യൗസേപ്പ് ഈ കാലഘട്ടത്തിന്റെ സംരക്ഷകൻ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ സംരക്ഷകനും വ്യക്തിപരമായ അഭയവും. പ്രത്യേകിച്ച് ഈ കൊറോണയുടെ കഷ്ടതയുടെ കാലഘട്ടങ്ങളിൽ നമുക്ക് ഉറപ്പേറിയ രക്ഷാദുർഗവുമാണ്. വിശുദ്ധ യൗസേപ്പിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു മിനിറ്റ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് അവസാനിപ്പിക്കാം. കർത്താവായ ഈശോയെ, ഏറ്റവും സ്നേഹത്തോടുകൂടെ ഏറ്റവും ഐക്യത്തോടുകൂടെ ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പാകെ ആയിരിക്കുന്നു.
ഞങ്ങളെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വളർത്തുപിതാവായ ഞങ്ങളുടെ ശക്തിയേറിയ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിന് ഞങ്ങളെയും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും തിരുസഭയെയും സമർപ്പിക്കുന്നു. എല്ലാ നാരകീയ ശക്തികളിൽ നിന്നും, തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും, എല്ലാ വിഷമസന്ധികളിൽ നിന്നും അങ്ങയെ സംരക്ഷിച്ച, അങ്ങയെ പൊന്നുപോലെ പരിപാലിച്ച അവിടുത്തെ കരങ്ങൾ, ആ മഹാനായ പിതാവിന്റെ കരങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് വേണ്ടി ഉയർന്ന് അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുമനസ്സാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിതാ ആ പിതാവിന്റെ മധ്യസ്ഥത്തിൽ അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്നു. അങ്ങയെ സ്വന്തം ജീവിതം കൊണ്ട് സ്നേഹിച്ച ആ പിതാവിനെ പ്രതി ഞങ്ങൾക്ക് കരുണാപൂർവം അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെ സമ്പന്നരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കൃപയും സമാധാനവും സൗഖ്യവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. പരിശുദ്ധ മറിയമേ, വിരക്ത ഭർത്താവിന്റെ നിർമ്മല വധുവായിരിക്കുന്ന അമ്മേ, അമ്മയുടെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും തരുന്നു. അമ്മയുടെ മധ്യസ്ഥത്താൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായവർക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.